രാജ്യത്തെ കേന്ദ്ര സർക്കാരിൻ്റെ സംസ്ഥാനങ്ങളുടെ സാമ്പത്തിക കരുത്തിനെ തകർക്കുന്ന, നേരത്തെ പറഞ്ഞ ഒരു പ്രതിരോധ നില തീർക്കുന്ന സമീപനത്തിനെതിരായി ഒരു പൊതുവായ പ്രതിഷേധമായി ഡൽഹിയിലെ 8-ാം തീയതിത്തെ സമരം മാറും. ഇപ്പോൾ ED ഉൾപ്പെടെയുള്ള കേന്ദ്ര ഏജൻസികൾ പ്രതികാര മനോഭാവത്തോടെ സ്വീകരിക്കുന്ന നിലപാടുകൾ സംബന്ധിച്ചുള്ള പ്രശ്നം ഉയർന്നു വന്നിട്ടുണ്ട്. അത് അംഗീകരിക്കുന്ന നിലപാടാണ് സുപ്രീം കോടതി ഇന്ന് ചെയ്തിട്ടുള്ളത്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ആശങ്കകൾ പരിഹരിക്കാൻ പ്രത്യേകം സംവിധാനം വേണം എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. കാരണം ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടുകളെല്ലാം സൂക്ഷ്മമായിട്ട് പരിശോധിച്ചാൽ ഗൂഢ ഉദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ ആളുകളെ വേട്ടയാടുന്നില്ല എന്ന് ഉറപ്പുവരുത്തണമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. അപ്പോൾ വളരെ ഫലപ്രദമായ ഒരു ഇടപെടലാണ് ഈ കേന്ദ്ര ഏജൻസികളുടെ ഇത്തരം ഗൂഢ ഉദ്ദേശത്തോടു കൂടിയുള്ള പ്രവർത്തനത്തെ സംബന്ധിച്ച് ഫെഡറൽ സംവിധാനത്തിനെതിരായിട്ടുള്ള നിലപാടുകൾ സംബന്ധിച്ചും ഇപ്പോഴും സുപ്രീം കോടതി ചൂണ്ടിക്കാണിച്ചിട്ടുള്ളത്. നമസ്കാരം. കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്രത്തിനെതിരെ ശക്തമായി പ്രതികരിക്കുന്ന സംസ്ഥാന സർക്കാരിനെയും CPIM നയിക്കുന്ന LDFനെയും നമ്മൾ പലകുറി കണ്ടതാണ്. പണം തരാതെ കേരളത്തെ ഞെരിച്ചമർത്തുന്ന കേന്ദ്രത്തെ DYFI മനുഷ്യച്ചങ്ങലയിൽ കുരുക്കിയത് കഴിഞ്ഞ ആഴ്ചയിലാണ്. 140 മണ്ഡലങ്ങളിലൂടെയും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ജനങ്ങളെ കണ്ട് നവകേരള സദസ്സിലൂടെ പറഞ്ഞത് കേരളത്തെ അവഗണിക്കുന്ന കേന്ദ്രത്തിൻ്റെ ക്രൂരതയാണ്. ഇവിടം കൊണ്ട് അവസാനിപ്പിക്കാതെ ഇനി ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ പ്രതിഷേധിക്കുകയാണ് കേരളം. ഒപ്പം സമാന ബുദ്ധിമുട്ടുകൾ നേരിടുന്ന സംസ്ഥാനങ്ങളെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പോഴൊക്കെ കേന്ദ്രത്തിനെതിരെ ഒരു ചെറുവിരൽ അനക്കാത്ത കേരളത്തിലെ പ്രതിപക്ഷം കേരള സർക്കാരിനെ കരിങ്കൊടി കാട്ടിയും പുതുമുതൽ നശിപ്പിച്ചും സമയം കൊന്നു. BJPക്കെതിരെ ഇക്കാലം അത്രയും ഒരു പ്രതിഷേധവും UDFന്റെ വകയായി പറയാൻ മാത്രം പാകത്തിൽ നമ്മൾ കണ്ടില്ല. ഇപ്പോൾ 8-ാം തീയതിയിലെ സമരത്തെ വെറും സമ്മേളനം എന്ന് പറഞ്ഞ് ട്രോളാൻ നോക്കിയ സതീശന് കൃത്യമായി മറുപടി കൊടുത്തിട്ടുണ്ട് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ. ഡൽഹിയിൽ നടക്കുന്നത് സമ്മേളനമല്ല, ശക്തമായ സമരമാണ്. ന്യൂസ് ആൻഡ് വ്യൂസ് പരിശോധിക്കുന്നു ഈ വിഷയം. ഇന്ന് ചർച്ചയിൽ പങ്കെടുക്കുന്നവർ: CPIM നേതാവ് KN ഗോപിനാഥ്, കോൺഗ്രസ് സഹയാത്രികൻ N ശ്രീകുമാർ, മുതിർന്ന മാധ്യമപ്രവർത്തകൻ A സജീവൻ എന്നിവർ. ഏറ്റവും ആദ്യം ശ്രീ N ശ്രീകുമാർ, കേരളത്തിലെ പ്രതിപക്ഷത്തിൻ്റെ നിലപാട് കേന്ദ്രത്തിലെ BJP സർക്കാരിനെ എതിരെ മുദ്രാവാക്യം വിളിക്കാനും സമരം നടത്താനും കൂടെ ക്ഷണിച്ചപ്പോൾ സർക്കാരിനോട് പറഞ്ഞത് എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ചർച്ച ചെയ്തതാണ്. പക്ഷേ ഇപ്പോൾ കിട്ടുന്ന അവസരത്തിലൊക്കെ എങ്ങനെ കേരളത്തിൻ്റെ സമരത്തെ പിന്നോട്ട് വലിക്കാം എന്ന രീതിയിലുള്ള പ്രതികരണങ്ങളൊക്കെയാണ് ഉണ്ടാകുന്നത്. സതീശൻ കഴിഞ്ഞ ദിവസം സംസാരിച്ചതൊക്കെ RSSനെ സഹായിക്കാൻ മാത്രമാണ് ഉതകുക എന്നൊരു വിലയിരുത്തലുണ്ട്. എന്താണ് മറുപടി? അല്ല, പ്രതിപക്ഷം കേന്ദ്രത്തിനെതിരെ കേരള ഗവൺമെന്റും LDFും സമരം ചെയ്യുന്നതിനെതിരല്ല. അവരൊറ്റ കാര്യമേ പറഞ്ഞിട്ടുള്ളൂ, ജനങ്ങളുടെ സംശയം തീർത്തിട്ട് മതി ആ സമരമെന്ന്. ആ സമരം സമ്മേളനമായി മാറി എന്ന് പറയാൻ കാരണം, ഒരു സമരം എന്ന് വെച്ചാൽ, ഒരു പ്രക്ഷോഭം എന്ന് വെച്ചാൽ അതെങ്ങനെയാണ് നടത്തേണ്ടതെന്ന് എന്നേക്കാൾ കൂടുതൽ നന്നായിട്ട് ശ്രീ ഗോപിനാഥനൊക്കെ അറിയാം. അപ്പോൾ ഒരു സമ്മേളനം നടത്തുന്നു എന്ന് പറയുമ്പോൾ ഒരുപാട് പേരെ വിളിച്ചു വരുത്തി ഒരു സ്ഥലത്ത് യോഗം ചേർന്ന് പ്രസംഗിച്ചു പോകുന്നതല്ലല്ലോ സമരം. സമരം എന്ന് പറയുന്നത് മുഖ്യമന്ത്രി കൈയുയർത്തി മുദ്രാവാക്യം മുഴക്കി ഏതെങ്കിലും പാർലമെന്റിന്റെ മുമ്പിലോ അല്ലെങ്കിൽ എവിടെയാണോ ബന്ധപ്പെട്ട കേന്ദ്രം അതിന്റെ മുമ്പിലൊക്കെ സമരം ചെയ്യുന്നതാണ് നമ്മൾ അവകാശങ്ങൾ നേടിയെടുക്കാനുള്ള സമരം. മറ്റുള്ളത് പ്രതിഷേധ സമ്മേളനമാണ്. പ്രതിഷേധ സമ്മേളനം ചേരാൻ ഇവിടുന്ന് വിമാനക്കൂലി ചിലവാക്കി ഡൽഹിക്ക് പോകേണ്ട കാര്യമില്ല എന്നാണ് പൊതുജനങ്ങൾ ചോദിക്കുന്നത്. ഇവിടെ ഇന്നലെ നമ്മുടെ നയപ്രഖ്യാപന പ്രസംഗം നടന്നല്ലോ. അപ്പൊ ആ നയപ്രഖ്യാപനത്തില് കേന്ദ്രത്തിനെതിരെ ശക്തമായ ഒരു വിരൽ ചൂണ്ടലും കണ്ടില്ലല്ലോ. നമ്മളെന്നാലും ഗവർണർ മുഴുവൻ വായിക്കുന്നത് കേൾക്കാനുള്ള
ഭാഗ്യമോ നിർഭാഗ്യമോ ഉണ്ടായില്ല. പക്ഷേ ഇന്ന് പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ കാര്യങ്ങളും ഈ വർഷത്തെ കാര്യങ്ങളും അതിലൊരു താരതമ്യം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത്തവണ പഞ്ഞി പോലെയും കഴിഞ്ഞ തവണ ഇരുമ്പ് പോലെയുമാണ് അതിലത്തെ വാചകങ്ങൾ. അപ്പോൾ കേന്ദ്രവും കേരളവും തമ്മിൽ സാമ്പത്തിക കാര്യങ്ങളിൽ അസമത്വം ഉണ്ടെന്നാണ് ഇത്തവണ പറയുന്നത്. പുറത്ത് പ്രസംഗിക്കുന്നത് എന്താണ്? കേന്ദ്രം കേരളത്തെ കഴുത്ത് ഞെരിച്ചു കൊല്ലുന്നു എന്നാണ്. എന്താണ് അത്തരത്തിലൊരു കാര്യം നയപ്രഖ്യാപനത്തെ ചേർക്കാതിരുന്നത്? കേന്ദ്രത്തിന്റെ സാമ്പത്തിക സ്ഥിതി അല്ലല്ലോ കേരളത്തെ കഷ്ടത്തിലാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കേരളത്തെ അവഗണിക്കുന്നു. കേരളത്തിന് കിട്ടാനുള്ള പണം കേന്ദ്രം നൽകുന്നില്ല. സാമ്പത്തികമായി ഞെരുക്കി ഇല്ലാതാക്കുന്നു. ജനങ്ങളെ ദ്രോഹിക്കുന്നു. ഇതൊക്കെയാണല്ലോ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ അത് നയമല്ലെന്ന് ഇന്നലെ നമുക്ക് വ്യക്തമായി. അതൊരു മുദ്രാവാക്യമാണെന്നും ഒരു രാഷ്ട്രീയ പ്രസംഗമാണെന്നും നമുക്ക് ഗണിക്കേണ്ടിയിരിക്കുന്നു. ശ്രീകുമാർ, ഇത് കേരളത്തിന്റെ മാത്രം പ്രശ്നമല്ലല്ലോ. മറ്റ് BJP ഇതര സംസ്ഥാനങ്ങൾക്കും ഇതേ സമാനമായ പ്രശ്നങ്ങളും വിഷമങ്ങളും ഉണ്ടല്ലോ. കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനങ്ങളും ഉണ്ടല്ലോ. അവരുമൊക്കെ ഇക്കാര്യത്തിൽ കേരളം പറയുന്നതിനേക്കാൾ ശക്തിയായി പറയുന്നുണ്ടല്ലോ. അപ്പോൾ അവിടെ ഇല്ലാത്ത സംശയം കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രം ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? സതീശന് ഈ സംശയം കേരളത്തിൻ്റെ കാര്യത്തിൽ മാത്രമേ ഉള്ളോ? അത് കേന്ദ്രത്തിനെതിരെ ഈ കാര്യങ്ങളൊന്നും പറയേണ്ടതില്ല, മുദ്രാവാക്യം വിളിക്കേണ്ടതില്ല, BJPയുടെ സർക്കാർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് എന്നായിരിക്കുമോ സതീശൻ കരുതുന്നത്? അല്ല, നമ്മൾ കേരളത്തിന്റെ കാര്യം മാത്രമാണല്ലോ ചർച്ച ചെയ്യുന്നത്. കഴിഞ്ഞ ദിവസം മറ്റ് സംസ്ഥാനങ്ങൾക്കൊന്നും പ്രശ്നമില്ല, കേരളത്തിന് മാത്രമേ പ്രശ്നമുള്ളൂ എന്ന് പറഞ്ഞത് നമ്മൾ കേട്ടല്ലോ. അപ്പൊ നമ്മൾ പറയുന്നതെന്ന് വെച്ചാൽ കേരളത്തിന് കേന്ദ്രം അവഗണിക്കുന്നുണ്ട്. ശരിയാണത്, സംശയമില്ലാത്ത കാര്യമാണ്. കേന്ദ്രം ഭരിക്കുന്ന BJP കേരളത്തിലെ ജനങ്ങളെ വേണ്ട പോലെ സംരക്ഷിക്കുന്നില്ല എന്ന കാര്യത്തിൽ കോൺഗ്രസിന് ഒരു എതിരഭിപ്രായമില്ല. പക്ഷേ അക്കാര്യത്തിൽ ഒരു മുദ്രാവാക്യമോ അക്കാര്യത്തിൽ ഒരു സമരമോ ഒരു പരമ്പരയോ ഒന്നും നമ്മൾ കാണുന്നില്ല. ഈ കരിങ്കൊടി കാണിക്കേണ്ടതും വലിയ രീതിയിൽ പ്രക്ഷോഭം നടത്തേണ്ടതും അങ്ങിപ്പോൾ പറഞ്ഞതുപോലെ സമരം നടത്തേണ്ടത് ഇങ്ങനെയാണെന്നൊക്കെ ഉണ്ടല്ലോ. ഈ സമ്മേളനം നടത്തും പോലെ അല്ല എന്നൊക്കെ ഒരു അഭിപ്രായമുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയാണ് സമരം നടത്തേണ്ടതെന്ന് കൃത്യമായി കാണിച്ചു കൊടുക്കേണ്ടതല്ലേ? പ്രതിപക്ഷത്തിന് അത് പറ്റുന്നില്ലല്ലോ. കേരളത്തിലെ ജനങ്ങൾ തെരഞ്ഞെടുത്തത് ഇടതുമുന്നണി ഗവൺമെന്റിനെയാണ്. ആ ഗവൺമെന്റാണ് അവരുടെ കാര്യം നോക്കേണ്ടത്. അപ്പൊ ആ ഗവൺമെന്റ് നോക്കാതാവുമ്പോൾ പ്രതിപക്ഷം അത് തിരുത്തും. കാരണം പ്രതിപക്ഷം തിരുത്തും, UDF തിരുത്തും. അതാണ് അവരിങ്ങനെ ഓരോന്ന് വിമർശനം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നത്. അത് കേൾക്കാനുള്ള സന്മനസ്സില്ല, ഒരു അസഹിഷ്ണുത കാണിക്കുക, അതൊക്കെയാണ് ഗവൺമെന്റ് ചെയ്യുന്നത്. ഇങ്ങനെ തിരുത്തുന്നത് കൊണ്ടുള്ള ഗുണമാർക്കാണ് ശ്രീകുമാർ? ഇങ്ങനെ തിരുത്തുകയാണെങ്കിൽ ആ തിരുത്തൽ കൊണ്ട് ഗുണം RSSനും BJPക്കും കേന്ദ്ര സർക്കാരിനുമല്ലേ? കാരണം എന്ത് അവർ ചെയ്താലും, എങ്ങനെയൊക്കെ ഒന്ന് മുറുക്കിയാലും ഒന്ന് ഞെരുക്കിയാലും കേരളത്തിലെ സർക്കാരിനെയാണ് ബാധിക്കുക. അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ സർക്കാരിനെതിരെ അവിടുത്തെ പ്രതിപക്ഷം സതീശനെ പോലെയുള്ള നേതാക്കളൊക്കെ സർക്കാരിനെ ബുദ്ധിമുട്ടിക്കും എന്നറിയാവുന്ന കേന്ദ്രത്തിന് സന്തോഷമല്ലേ ഉണ്ടാകുക? ഡോക്ടർ ലാൽ, കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രവും അതുപോലെ സർക്കാരുകളുടെയും പ്രതിപക്ഷത്തിന്റെയും ചരിത്രമൊക്കെ ഒന്ന് പരിശോധിച്ച് നോക്കൂ. UDF അധികാരത്തിൽ നിന്നപ്പോൾ പ്രതിപക്ഷം CPM നേതൃത്വം നൽകിയ പ്രതിപക്ഷം എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയെന്നുള്ളതൊക്കെ നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പൊ പ്രതിപക്ഷവും ഭരണപക്ഷവും എന്നുള്ളത് ആ ഒരു രീതിയിൽ നമുക്ക് കാണാൻ കഴിയും. അതായത് ഇതുപോലെ തന്നെയാണ് അന്ന് CPM കാട്ടിയത്. അതുകൊണ്ട് ഇപ്പോൾ മറ്റൊന്നും പ്രതീക്ഷിക്കേണ്ട എന്നാണോ ശ്രീകുമാർ പറയുന്നത്? രണ്ടും ഒന്നുപോലെ തന്നെയാണെന്നാണോ താങ്കൾ പറഞ്ഞു വരുന്നത്? ഗവൺമെന്റും LDFും അവരുടെ കടമ ആദ്യം നിർവഹിക്കണം. അതിനുശേഷം അവർ ജനങ്ങളോട് പറയുമ്പോൾ പ്രതിപക്ഷം അതനുസരിച്ച് പ്രതികരിക്കും. കാരണം പ്രതിപക്ഷം സമരം ചെയ്തിട്ട് കേരള ഗവൺമെന്റിന് ആനുകൂല്യം നേടിക്കൊടുക്കാമെന്ന് പറയുന്നത് നമുക്ക് അചിന്തനീയമാണ്. മറിച്ച് ഗവൺമെന്റ് മുമ്പ് ചെയ്യണമായിരുന്നു, സമയം വൈകിപ്പോയി. UDFന്റെ പ്രതിപക്ഷത്തിന്റെ MLA MP പാർലമെന്റിൽ ഉള്ളപ്പോൾ അവരെ വേണ്ടത്ര ഗൗനിക്കാതെ അവരെ കുറ്റപ്പെടുത്താൻ മാത്രം ഒരു മുഖ്യമന്ത്രി എപ്പോഴും മുഖ്യമന്ത്രിയും മന്ത്രിമാരും ശ്രമിച്ചുകൊണ്ടിരുന്നു. കാലം വൈകി ലോക്സഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ കൈകാലിട്ടടിച്ചിട്ട് കാര്യമില്ല. പക്ഷേ പ്രതിപക്ഷത്തിന് സംസ്ഥാനത്തിന്റെ പ്രശ്നങ്ങളോ കേന്ദ്രം സംസ്ഥാനത്തെ അവഗണിക്കുന്നു എന്നൊരു പ്രശ്നമോ ഉണ്ടെങ്കിൽ അത് നോക്കേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തെ MP-മാർക്കില്ല, പ്രതിപക്ഷത്തിനില്ല. അത് സർക്കാരാണ് ചെയ്യേണ്ടത്. ആ സർക്കാരിനെ വിമർശിക്കുക, സർക്കാർ കാര്യമായി ചെയ്യുന്നില്ലെങ്കിൽ സർക്കാരിനെതിരെ സമരം നടത്തുക എന്ന ഒരൊറ്റ ജോലിയാണ് ഈ MP-മാർക്ക് പോലും ഉള്ളത് എന്ന വിചിത്രമായ ഒരു കണ്ടെത്തലാണോ താങ്കളെപ്പോലെ ഒരു മുതിർന്ന മാധ്യമ പ്രവർത്തകൻ കൂടിയായ കോൺഗ്രസ് യാത്രികനുള്ളത്? അല്ല, ഞാനത് വ്യക്തമായിട്ട് പറഞ്ഞല്ലോ. UDFന്റെ MP-മാരുടെ ജോലി കേരളത്തിന്റെ കാര്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ്. അത് അവർ ഇവിടെ ഇടതുപക്ഷമാണോ ഭരിക്കുന്നത് നോക്കിയിട്ടല്ല.
കൃത്യമായി ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. അല്ല, അതൊരു സാങ്കേതികമായ അവതരിപ്പിക്കലുകൾക്കപ്പുറം എവിടെ ശക്തമായ സമരം? അങ്ങ് തന്നെ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ ശക്തമായ പ്രതിഷേധം എവിടെ? ശക്തമായ രീതിയിൽ ഇടപെട്ടത് എവിടെ? താങ്കൾ തന്നെ പറഞ്ഞല്ലോ, കേരളം ഇങ്ങനെയല്ല, ഒരു സമ്മേളനം പോലെ അല്ല ഇടപെടേണ്ടത്. എവിടെ? കെ സുധാകരനെ അവിടെ പോയി അങ്ങനെ ചെയ്തോ? ശ്രീ കെ മുരളീധരൻ അങ്ങനെ ചെയ്തോ? ടി.എൻ. പ്രതാപൻ അങ്ങനെ ചെയ്തോ? അല്ല, പാർലമെന്റിലെ UDF MP നടത്തിയ പ്രസംഗങ്ങളൊക്കെ പത്രങ്ങളിൽ വന്നതാണ്. ഞാൻ ഒറ്റ കാര്യം മാത്രം ഞാൻ പറയാം. GST കുടിശ്ശിക കൊടുക്കുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ NK പ്രേമേന്ദ്രൻ ആണ് ലോക്സഭയിൽ ഉന്നയിച്ചത്. അപ്പൊ പറഞ്ഞു കേരളം കണക്ക് കൊടുക്കുന്നില്ലെന്ന്. നമ്മൾ പലവട്ടം ചർച്ച ചെയ്തതാണ്. കണക്ക് കൊടുത്തു, ആ കുടിശ്ശികയും കിട്ടി. അതിന് പ്രേമേന്ദ്രൻ ഗവൺമെന്റിന്റെ പഴിയും കേട്ടു. കാരണം ഗവൺമെന്റിനെ പരിഹസിക്കാനായിട്ട് ശ്രമിച്ചു എന്ന് പറഞ്ഞിട്ട്. അല്ല, എവിടെയാണ് ഈ കുടിശ്ശികയൊക്കെ കിട്ടിയെന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ആ തർക്കം തീർന്നിട്ടില്ല. അവിടെ നിൽക്കട്ടെ. പക്ഷെ ഇപ്പോഴും എൻ്റെ ചോദ്യം ഇത് തന്നെയാണ്. ഈ 5 കൊല്ലത്തിനിടയിൽ MP-മാർ എവിടെയോ ഒരിടത്ത് പത്രത്തിൽ വന്ന ഒരു പ്രസ്താവന ചൂണ്ടിക്കാട്ടി ഇതാണ് MP-മാരുടെ ഇടപെടൽ എന്ന് പറയാനാണോ ഇപ്പോൾ ശ്രമിക്കുന്നത്? BJPക്കെതിരെ ഒരു മുദ്രാവാക്യം എവിടെ? ഒരു സമരം എവിടെ? എടുത്തു പറയത്തക്ക സമരം. ഞാൻ നേരത്തെ ആമുഖത്തിൽ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് എന്താണ് ഇടതുപക്ഷവും ഈ സംസ്ഥാന സർക്കാരും കേന്ദ്രത്തിനെതിരെ ചെയ്തുകൊണ്ടിരിക്കുന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ചില ഉദാഹരണങ്ങൾ ഞാൻ ചൂണ്ടിക്കാട്ടി. നവകേരള സദസ്സിലൂടെ 140 മണ്ഡലത്തിലും കയറി ഇറങ്ങി കേന്ദ്രം കേരളത്തോട് കാട്ടുന്ന അവഗണന ജനങ്ങളോട് പറയുകയായിരുന്നു ഒരു മുഖ്യമന്ത്രിയും മന്ത്രിമാരുമൊക്കെ. അപ്പോഴും തളർത്താൻ ശ്രമിക്കുകയായിരുന്നു യൂത്ത് കോൺഗ്രസും പ്രതിപക്ഷ നേതാവുമൊക്കെ. കരിങ്കൊടിയും കാട്ടി എങ്ങനെ പിന്നോട്ട് വലിക്കാം. സമരം സർക്കാർ നടത്തുന്നത് കേന്ദ്രത്തിനെതിരെ, പക്ഷേ ഇവിടുത്തെ പ്രതിപക്ഷം ചെയ്യുന്നത് ആ സർക്കാരിനെ പിന്നോട്ട് വലിക്കൽ. ഇതാണ് നമ്മൾ കണ്ടത്. ഇതല്ലാതെ എവിടെ കേന്ദ്രത്തിനെതിരെ ഒരു സമരം? എവിടെ? കോൺഗ്രസിൻ്റെ, യൂത്ത് കോൺഗ്രസിൻ്റെ, അതല്ലെങ്കിൽ UDFൻ്റെ? ഡോക്ടർ ലാലെ, കേരള ഗവൺമെന്റ് ആണ് കേരളത്തിലെ ജനങ്ങളുടെ കാര്യം നോക്കേണ്ടത്. അതിനാണ് അവരെ തിരഞ്ഞെടുത്തത്. നമ്മുടെ ഒരുപാട് സംസ്ഥാനങ്ങളുടെ ഒരു കേന്ദ്രീകൃത ഭാവമാണ് ഇന്ത്യ എന്ന് പറയുന്നത്. ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാനാണ് ഇവിടെ ഗവൺമെന്റിന്. അത് തുറമുഖമായാലും റെയിൽവേ ആയാലും എല്ലാ 3 ലിസ്റ്റിലുള്ള സ്റ്റേറ്റ്, സെൻട്രൽ, കൺകറന്റ് ലിസ്റ്റിലുള്ള എല്ലാ വിഷയങ്ങളും നമ്മളിവിടെ ഭരണഘടനാപരമായി ചെയ്യേണ്ട ബാധ്യത ഈ ഗവൺമെന്റിനാണ്. അതിൽ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിൽ മിണ്ടാത്തൊരു കാലത്ത്, കേരളത്തിന്റെ കാര്യങ്ങൾ കേന്ദ്രത്തെ അറിയിക്കേണ്ട ഗവർണർ മുഖം തിരിക്കുന്ന കാലത്ത്, അദ്ദേഹവും മുഖ്യമന്ത്രിയും തമ്മിൽ ഈ കൊച്ചു കുട്ടികളെ പോലെ പിണങ്ങി നടക്കുന്ന കാലത്ത് നഷ്ടം കേരളത്തിനാണ് ഉണ്ടാകുന്നത്. ശരി, അപ്പോൾ ഒരു പിണക്കവുമില്ലാതെ കർണാടകത്തിൽ കാണുന്നുണ്ട്. രാജസ്ഥാനിൽ നമ്മൾ കണ്ടതാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിയുന്നത് വരെ. ഹിമാചൽ പ്രദേശിൽ ഇപ്പോൾ കാണുന്നുണ്ട്. മറ്റ് ചില BJP ഇതര ഗവൺമെൻറ്റുകൾ തെലങ്കാനയിലും തമിഴ്നാട്ടിലുമൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇവർക്കൊക്കെ ഇതേ പ്രശ്നം തന്നെയാണെന്നാണ് അങ്ങ് പറഞ്ഞു വരിക. അങ്ങനെയാണ് ഇവരാരും ഒന്നും പറയണ്ട, കേന്ദ്രത്തിനെതിരെ മിണ്ടരുത്, അതൊക്കെ സംസ്ഥാനത്തിൻ്റെ ജോലിയാണ് എന്ന് എങ്ങനെയെങ്കിലും എവിടുന്നെങ്കിലും വയറ് മുറുക്കി ആണെങ്കിലും മുണ്ട് മുറുക്കി കൊടുത്താണെങ്കിലും കാര്യങ്ങൾ നടത്തി കൊടുക്കുക എന്നുള്ളത് സംസ്ഥാനങ്ങളുടെ ജോലിയാണ്. കേന്ദ്രത്തെ ഒന്നും പറയരുത്. വിചിത്രമാണ് സാർ, അങ്ങേപ്പോലെ ഒരാൾ ഇങ്ങനെ കേന്ദ്രത്തെ, നമ്മുടെ ഭരണഘടനയെ മനസ്സിലാക്കിക്കൊണ്ട് വിലയിരുത്തുന്നത്. അതെ, ഞാൻ ഈ ഉത്തരം പറയുന്നതിന് മുമ്പ് പിന്നെ ചോദ്യം ചോദിച്ചാൽ അതിന്റെ ഉത്തരം വേണ്ടേ? നിങ്ങൾ യൂത്ത് കോൺഗ്രസും എന്താ സമരം ചെയ്യാത്തതെന്ന് ചോദിച്ചു. അതിന്റെ ഉത്തരമാണ് ഞാൻ പറഞ്ഞു വന്നത്. തെരഞ്ഞെടുക്കപ്പെട്ട ഗവൺമെന്റ് ഉള്ളപ്പോൾ ആ ഗവൺമെന്റിനെ മറികടന്നുകൊണ്ട് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യുന്ന ഒരു പ്രതിപക്ഷവും കേരളത്തിൽ ഉണ്ടായിട്ടില്ല. ഭരണവും സമരവും എന്ന EMS സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാമല്ലോ ഇപ്പൊ കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നത്. അത് സമയം കഴിഞ്ഞുപോയി. ചുമ്മാ ഒരു ദിവസം കേന്ദ്ര ലോക ശ്രദ്ധ ആകർഷിക്കാൻ വേണ്ടി ഡൽഹിയിൽ സമ്മേളനം നടത്തലല്ല നമ്മുടെ പരിപാടി. ഇവിടെ രാജ്ഭവന് മുമ്പിൽ കോൺഗ്രസ് MP-മാരും UDF MP-മാരും സമരം നടത്തി. രാജ്ഭവന് മുമ്പിൽ LDF ഒരു സമരം നടത്തി. പങ്കെടുക്കാത്ത മുഖ്യമന്ത്രിയാണ് നമുക്കുള്ളത്. അപ്പൊ ഒരു ദിവസം പോലും ഒരു മരുന്നിന് പോലും സമരം നടത്താത്ത പ്രതിപക്ഷമാണ് പറയുന്നത് സമ്മേളനമല്ല നടത്തേണ്ടത്, സമരമാണ് നടത്തേണ്ടതെന്ന് പറയുന്നത്. എനിക്ക് അതാണ് മനസ്സിലാവാത്തത്. ഞാൻ വരാം ശ്രീ N. ശ്രീകുമാർ, ശ്രീ KN. ഗോപിനാഥ്. അപ്പോൾ ഒരു സമ്മേളനമാണോ ഡൽഹിയിൽ എന്ന് വീണ്ടും ഈ ചർച്ചയിൽ ഒരു ചോദ്യം ഉയരുകയാണ്. മറുപടി ഗോവിന്ദമാഷ് പറഞ്ഞതാണെങ്കിലും അങ്ങേക്ക് വിശദീകരിക്കാം. ഇപ്പോൾ ശ്രീകുമാർ പറഞ്ഞ കാര്യങ്ങളെല്ലാം അങ്ങയുടെ മുമ്പിലുണ്ടല്ലോ. മറുപടി എന്താണ്? ഡോക്ടർ ലാലെ, ശ്രീകുമാർ അദ്ദേഹം വല്ലാതെ നിങ്ങളുടെ ചോദ്യത്തിന് മറുപടി പറയാൻ പ്രയാസപ്പെടുന്നത് നമുക്ക് മനസ്സിലാവും. അദ്ദേഹം വല്ലാതെ പ്രയാസപ്പെടുന്നുണ്ട് അതൊന്ന് ഫിനിഷ് ചെയ്യാനായിട്ട്. അത് അദ്ദേഹത്തെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസിൻ്റെ ഇന്നത്തെ
നില യഥാർത്ഥത്തിൽ കോൺഗ്രസ് അനുദിനം എന്നോണം ഓരോ ദിവസവും വരുന്തോറും അവർ എക്സ്പോസ്ഡാണ്. നമ്മളാരും തുറന്നു കാണിക്കേണ്ട കാര്യമല്ല, അവർ സ്വയം നടന്ന് മുടന്ത് കാണിച്ചുകൊണ്ടിരിക്കുകയാണ്. മുടന്തുണ്ടെന്നുള്ളത് എല്ലാവർക്കും അറിയാം, പക്ഷേ നടന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ള നിലയിൽ വന്നാൽ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും? വാസ്തവത്തിൽ ഇങ്ങനൊരു ചർച്ച കേന്ദ്ര സമരവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പാർലമെൻറ്റ് ഇലക്ഷൻ്റെ കോണ്ടെക്സ്റ്റിൽ നടത്തുന്നത് വളരെ നല്ലതാണെന്ന് എൻ്റെ അഭിപ്രായം. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കുമല്ലോ, തിരിച്ചറിയുമല്ലോ. അവസാന കാലങ്ങൾ ഈ 5 കൊല്ലത്തിനിടയിൽ അവസാന കാലത്തെങ്കിലും കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ടുള്ള 18 MP-മാരുടെയും അവരുടെ പ്രസ്ഥാനമായിട്ടുള്ള കോൺഗ്രസിൻ്റെയും ഭാഗത്തുനിന്ന് മലയാളികളും കേരളവും എന്തെങ്കിലും ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിൽ അവശേഷിക്കുന്ന എന്തെങ്കിലും ഒരു ഉറവ, എവിടെയെങ്കിലും ഒരു നീരുറവ ഉണ്ടെങ്കിൽ അത് പ്രതീക്ഷിച്ച ആളുകളെ നിരാശപ്പെടുത്തുന്ന വിധത്തിലാണ് ഈ പാർലമെൻറ്റ് ഇലക്ഷൻ മുമ്പിൽ വന്ന് നിൽക്കുന്ന സന്ദർഭത്തിൽ കോൺഗ്രസ് കേന്ദ്ര ഗവൺമെൻറ്റിനെ, BJP നയിക്കുന്ന ഗവൺമെൻറ് കേരളത്തെ കാണിച്ചു കൊണ്ടിരിക്കുന്ന നക്ഷത്രം എണ്ണിക്കൽ പരിപാടിക്ക് എന്തെങ്കിലും ഒരു പ്രസ്താവന നടത്താനോ ഒരു സമരത്തെ തള്ളിപ്പറയാനാണ് അവർ തയ്യാറാവുന്നത്. അതുകൊണ്ടാണ് സമ്മേളനം എന്നുള്ള നിലയിലൊക്കെ പുച്ഛിച്ച് തള്ളുന്നത്. പാർലമെൻറ്റ് പോലും യഥാർത്ഥത്തിൽ സമരത്തിൻ്റെ വേദിയാണെന്നാണ് ഞങ്ങളെല്ലാം മനസ്സിലാക്കുന്നത്. നല്ല രാഷ്ട്രീയ സമരത്തിൻ്റെ വേദിയാണ്. AKG മുതൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ഇന്ത്യൻ പാർലമെൻറ്റ് ഉണ്ടായിരിക്കുമ്പോൾ ആ ഫൈറ്റ് നന്നായി നടന്നിട്ടുണ്ട്. അത് കേവലം പാർലമെൻറ്റ് മെമ്പർമാരെ മാത്രം വെച്ചുകൊണ്ടല്ല, പാർലമെൻറ്റിന് പുറത്ത് കൃഷിക്കാരും തൊഴിലാളികളും ഇപ്പോഴും കെട്ടടക്കാത്ത വിധത്തിൽ ശക്തമായിട്ടുള്ള സമരം നടത്തുകയാണ്. കേരളത്തിലെ മുഖ്യമന്ത്രി, കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്, കേരളത്തിലെ ജനങ്ങൾ സാമം ദാനം ഭേദം ദണ്ണം എന്നുള്ള നിലയിൽ എല്ലാ തരത്തിലും പരമാവധി യൂണിയൻ ഗവൺമെൻറ് ആണെന്നുള്ള നിലയിൽ ആ ഗവൺമെൻറ്റിനെ ബഹുമാനിച്ചുകൊണ്ട് കേരളത്തെ അവഗണിക്കരുത്, കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങൾ പാലിക്കണം എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കേരളത്തിൻ്റെ താല്പര്യം ഉയർത്തിപ്പിടിക്കാൻ വേണ്ടി മുന്നോട്ട് പോവുകയാണ്. നല്ല ധനകാര്യ മാനേജ്മെൻറ്റ് ഈ കാര്യത്തിൽ കേരളം കാണിക്കുന്നു എന്നുള്ളത് പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെയുള്ള നീതി ആയോഗ് എന്നുള്ള സംവിധാനം, അവർക്ക് ഒരുപാട് കുഴപ്പങ്ങളുണ്ട്. അവരൊരു ക്യാബിനറ്റ് ചുമതലയുള്ള പോലെ ഇന്ത്യയിലെ മുഴുവൻ അസ്ഥിവാരവും എടുത്ത് വിൽക്കാൻ വേണ്ടി തീരുമാനിച്ച് അതിന് ഡയറക്ഷൻ ഉണ്ടാക്കുന്ന സംവിധാനം ചെയ്യുന്ന സംവിധാനമായിട്ട് മാറിയിട്ടുണ്ട്. എങ്കിൽ പോലും അവർ കേരളത്തിൻ്റെ ഇൻഡിക്കേഷൻ 25 സംസ്ഥാനങ്ങളിൽ നിന്ന് എല്ലാ കാര്യങ്ങളും നമ്പർ 1 ആണ് കേരളം എന്ന് പറഞ്ഞു വെച്ചിട്ടുണ്ട്. ഞാൻ സമയമില്ലാത്തതുകൊണ്ട് ചർച്ചയിൽ അതിൻ്റെ വിശദാംശങ്ങൾ പിന്നീട് സമയമുണ്ടെങ്കിൽ നമുക്ക് പറയാം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുന്ന കേരളത്തിന് 1 ഇഞ്ച് മുന്നോട്ട് പോകാൻ കഴിയുന്നില്ല. ധനകാര്യമന്ത്രി ആവർത്തിച്ച് പറഞ്ഞല്ലോ. എന്നിട്ടും ഒരു സമരത്തിൻ്റെ ആവശ്യമുണ്ടോ, ഇതൊരു സമ്മേളനമാണോ എന്നൊക്കെ ചോദിച്ചാൽ പാർലമെൻറ്റിൻ്റെ പോയി മുദ്രാവാക്യം വിളിക്കേണ്ട കാര്യമാണ് ശ്രീകുമാരേട്ടൻ ഇവിടെ പറയുന്നത്. അതിപ്പോൾ 8-ാം തീയതി കഴിയുമ്പോൾ അറിയാം മുഖ്യമന്ത്രി മുദ്രാവാക്യം വിളിക്കണ്ടോ എന്നുണ്ടോ എന്ന് നമുക്ക് കാണാൻ കഴിയുമല്ലോ. ചാനലുകളുണ്ടാവും, എല്ലാം ഉണ്ടാവും. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ്, കോടതിയും അവിടുത്തെ ഒരു പ്രധാനപ്പെട്ട ചില സാഹചര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങൾ INTUC CITU അടക്കമുള്ള അവിടെ സമരം ചെയ്തപ്പോഴും അവിടെയെല്ലാം മുദ്രാവാക്യം വിളിക്കാനൊന്നും ഒരു തടസ്സം ഉണ്ടായിരുന്നില്ല. പക്ഷേ ജന്തർ മന്ദറിൽ വരുമ്പോൾ ബ്ലോക്ക് ചെയ്യും. ആ ജന്തർ മന്ദറിലാണ്, പാർലമെൻറ്റ് ഹൗസിന് തൊട്ടഭിമുഖമായിട്ടുള്ള ജന്തർ മന്ദറിലാണ് ഈ സമരം നടക്കാൻ പോകുന്നത്. അത് പ്രത്യേകമായിട്ട് അക്ബർ ഗേറ്റിൽ നിന്ന് പ്രകടനമായിട്ടാണ് പോകുന്നതെന്ന് ഞാൻ മനസ്സിലാക്കുന്നത്. തമിഴ്നാട് മുഖ്യമന്ത്രിയെ ക്ഷണിച്ചിട്ടുണ്ട്. ഇന്ത്യയിലെ ഇടതുപക്ഷ നേതാക്കന്മാർ പങ്കെടുക്കും, മുഖ്യമന്ത്രി അടക്കമുള്ള ആളുകൾ പങ്കെടുക്കും. നല്ല ഒന്നാം തരമായിട്ടുള്ള മുദ്രാവാക്യം വിളിയുണ്ടാവും. അത് അവിടെ മാത്രമല്ല, ഈ സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട്, പ്രതീകാത്മകമായി ഡൽഹിയിൽ നടക്കുന്ന സമരത്തിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നേരത്തെ ഗോവിന്ദമാഷ് സൂചിപ്പിച്ച പോലെ കേരളത്തിലെ എല്ലാ ഇലക്ഷൻ കമ്മീഷൻ ഡിസൈഡ് ചെയ്തിട്ടുള്ള ബൂത്തുണ്ട്. ആ ബൂത്തിൽ നിന്ന് റാലികൾ അതാത് പഞ്ചായത്ത് കേന്ദ്രങ്ങളിൽ, കോർപ്പറേഷൻ മുനിസിപ്പൽ കേന്ദ്രങ്ങളിൽ വരാൻ പോവുകയാണ്. ലക്ഷക്കണക്കിന് ആളുകളാണ് കേരളത്തിൽ 8-ാം തീയതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് വൈകുന്നേരം 4 മണി മുതൽ 6 മണി വരെ അണിനിരക്കാൻ പോകുന്നത്. കേരളത്തിൽ കോൺഗ്രസിനെ സംബന്ധിച്ച് പറഞ്ഞിട്ട് കാര്യമില്ല. കോൺഗ്രസ് എങ്ങനെയെങ്കിലും ജീവനോടെ ഇരിപ്പുണ്ടെന്ന് പറയാൻ വേണ്ടി, അവരുടെ അസ്തിത്വം നിലനിർത്താൻ വേണ്ടിയുള്ള ശ്രമമാണ്. ഞാൻ കോൺഗ്രസ് എക്സ്പോസ്ഡ് ആണ്, അവസാനം ജനങ്ങൾക്ക് എന്തെങ്കിലും ഒരു പ്രതീക്ഷ ഉണ്ടെങ്കിൽ അതും കൂടി കോൺഗ്രസ് കളയുന്നു എന്ന് ഞാൻ പറയുന്നത് ഈ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൻ്റെ ഭാഗമായി ചർച്ചയും കൂടി കണക്ട് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞതിൻ്റെ പ്രധാനപ്പെട്ട കാരണം 18 പേര് കേരളത്തിൽ നിന്ന് ജയിച്ചു പോയിട്ട് ഈ 5 കൊല്ലക്കാലം അവിടെ വാ തുറന്നേക്കണത്. നിങ്ങൾ പറഞ്ഞത് ശരിയാ, പ്രേമേന്ദ്രനൊരു കത്ത് കൊടുത്തു. അത് മറുപടി ഇങ്ങനെ കിട്ടുമെന്ന് കണക്കാക്കിക്കൊണ്ട് അതിൻ്റെ പുറത്ത് കേരളത്തെ ആക്ഷേപിക്കാൻ വേണ്ടിയാണ്. കേരളം കണക്ക് കൊടുക്കുന്നില്ല, കാശ് കൊടുക്കുന്നില്ല എന്ന് പറയാൻ വേണ്ടി. അതൊക്കെ പുറത്തു വന്നത് നീതി ആയോഗിൻ്റെ പ്രതിനിധിയായിട്ടുള്ള സുബ്രഹ്മണ്യം വളരെ വ്യക്തമായി പരസ്യമായി പറഞ്ഞല്ലോ. പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്, കേരളത്തെ എന്ത് ചെയ്യണം തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളെ സംബന്ധിച്ച് ഇടപെടുകയാണ്. നമുക്ക് കിട്ടേണ്ടുന്ന നികുതി വീതം പോലും നമുക്ക് തരേണ്ടതില്ല എന്ന് തീരുമാനിക്കുന്നത് പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടുകയാണ്. അത് കേരളത്തെ കുഴപ്പത്തിലാക്കാൻ വേണ്ടിയുള്ള നടപടിയാണ്. ബാലഗോപാൽ സഖാവ് പറഞ്ഞല്ലോ, ധനകാര്യമന്ത്രി 57,000 കോടി രൂപ കഴിഞ്ഞ വർഷം കേരളത്തിൽ എക്സ്പെൻഡിച്ചർ പ്ലാൻ അനുസരിച്ച്
ചെയ്ത കാര്യങ്ങൾ ഇനി അടുത്ത വർഷത്തേക്ക് 2023-24 ബഡ്ജറ്റിൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ 57,000 കോടി രൂപയുടെ ഷോർട്ടേജ് ഉണ്ട്. ആ ഷോർട്ടേജ് എവിടെ നേടും? കേന്ദ്രം വെട്ടിക്കുറച്ചതിൻ്റെ ഭാഗമായിട്ടുള്ള വെട്ടിക്കുറച്ചത് പുനഃസ്ഥാപിക്കണം. ഇപ്പോൾ ലാല് ചൂണ്ടിക്കാണിച്ചു, സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നു ഒരിടക്കാല ആശ്വാസമെങ്കിലും കേരളത്തിൽ കൊടുക്കാൻ വകുപ്പുണ്ടോ എന്ന് കേന്ദ്ര ഗവൺമെൻറ്റോട് ചോദിച്ചിരിക്കുകയാണ്. 13-ാം തീയതി വീണ്ടും കേസ് റെഫർ ചെയ്തിരിക്കുക. അപ്പോൾ സുപ്രീം കോടതിക്ക് മനസ്സിലായി, രാജ്യത്ത് എല്ലാവർക്കും മനസ്സിലായി, ശ്രീകുമാരേട്ടനും മനസ്സിലായിട്ടുണ്ട്. പക്ഷേ പ്രതിപക്ഷ നേതാവിനും സുധാകരനും അടക്കം അവർ നയിക്കുന്ന കോൺഗ്രസിന് മനസ്സിലാവുന്നില്ല. ഇതെല്ലാ കോൺഗ്രസ്സുകാരുടെയും ചെലവിലാണ് കോൺഗ്രസിൻ്റെ നേതാക്കന്മാർ ഇങ്ങനെ കേരളത്തെ തള്ളി പറയുന്നത് എന്നുള്ളത് എനിക്ക് വിശ്വസിക്കാൻ കഴിയില്ല. അത് നമുക്ക് വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് മനസ്സിലാവും. 18 പോയൊരു കേരളത്തിൽ നിന്ന് പോയിട്ട് കേരളത്തിൻ്റെ താല്പര്യത്തിനായി പ്രവർത്തിച്ചവർ ഇനി ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് പോകണ്ട, കേരളത്തിൽ നിന്ന് 20 പാർലമെൻറ്റ് സീറ്റും ഇനി ഇടതുപക്ഷം പോട്ടെ എന്ന് പറയത്തക്ക വിധത്തിലേക്ക് സ്വയം കയ്യിലിരിപ്പ് കൊണ്ട് കോൺഗ്രസ് മാറ്റിയെടുക്കുമെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. അതാണ് കാണുന്നത്. ഞാൻ 57,000 കോടിയുടെ സ്പ്ലിറ്റപ്പ് സമയമുണ്ടെങ്കിൽ വിശദമായി പറഞ്ഞുതരാം. ഇന്നത്തെ പത്രത്തിലുണ്ട് കേന്ദ്രാവിഷ്കൃത പദ്ധതിയിൽ 8,000 ചില്ലാൻ കോടി രൂപ കിട്ടേണ്ടടുത്ത് നമുക്ക് അനുവദിച്ചത് 1,800 കോടി. ശ്രീ എ സജീവനോട് കൂടി ചോദിക്കാനുണ്ട്, അത് കഴിഞ്ഞിട്ട് ഞാൻ വരാം. ശ്രീ എ സജീവൻ, ഇപ്പോൾ നോക്കുക, ഒരു സമരം നടത്തുന്നതിൻ്റെ ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത് നല്ലവണ്ണം മനസ്സിലായിട്ടുണ്ട്. ശ്രീ വി ഡി സതീശനും ഒക്കെ ഈ നവകേരള സദസ്സിന് ബദലായി ഒരു സമരം നടത്താൻ വേണ്ടി ഇറങ്ങി തിരിച്ചിട്ട് അത് എവിടെ പോയി എന്നുള്ളത് നമ്മൾ കണ്ടല്ലോ. അത് കഴിഞ്ഞിട്ട് ഇപ്പോൾ എന്തോ പുതിയൊരു സമരം, പുതിയൊരു ജാഥയൊക്കെ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതൊന്നും ഇതുവരെയും തുടങ്ങിയ ഡേറ്റൊക്കെ കഴിഞ്ഞു എന്നാണ്, പറഞ്ഞ ഡേറ്റൊക്കെ കഴിഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോഴും അതിൻ്റെയും ഒരു 7 കാര്യങ്ങളൊന്നും എത്തിയിട്ടില്ല. അപ്പോഴാണ് അടുത്ത ഘട്ടം സമരത്തിലേക്ക് പോകുന്ന സംസ്ഥാന സർക്കാരിനെ കുറിച്ച് ഫെബ്രുവരി 8-ന് ഡൽഹിയിൽ നടക്കുന്ന സമരത്തെ ഈ രീതിയിൽ ട്രോളാനുള്ള സമരം. നല്ല കയ്യടി അവിടെയൊക്കെ കിട്ടുമായിരിക്കും. പക്ഷേ എന്താണ് ജനങ്ങൾക്ക് മനസ്സിലാകുക? ഇതാരെ സഹായിക്കലാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഇത് ആത്യന്തികമായി കോൺഗ്രസിൻ്റെ ഈ നിലപാട് കൊണ്ട് ഗുണം ആർക്കാണ് ഉണ്ടാകുക? ലാലെ, ഇതില് ശ്രീകുമാറും കോൺഗ്രസ് ഒക്കെ പറയുന്ന കാര്യങ്ങളുടെ പക്ഷത്ത് നിൽക്കുക. അവർ പക്ഷേ പറയേണ്ട കാര്യം എന്താ വെച്ചാൽ, പിണറായി വിജയനോ LDF ഒക്കെ പറയുന്നത് പൂർണ്ണമായിട്ട് തെറ്റാണ്. ഇത് BJPയും ഈ നമ്മുടെ പ്രധാനമന്ത്രിയൊക്കെ പറയുന്ന കാര്യങ്ങളാണ് ശരി എന്ന് പറഞ്ഞാൽ മതി, എന്നാ പ്രശ്നം തീർന്നു. ഇവിടെ LDF പറയുന്നത് പൂർണ്ണമായിട്ട് തെറ്റാണ്. കേരളത്തെ ഒരു തരത്തിലും കേന്ദ്രം ബുദ്ധിമുട്ടിക്കുന്നില്ല. കേന്ദ്രം ഇവിടെയുള്ള പ്രശ്നങ്ങളിൽ അനാവശ്യമായിട്ട് ഇടപെടുന്നില്ല. നമ്മുടെ ഫെഡറൽ സംവിധാനത്തിന്റെ ഒരു തരത്തിലുള്ള തകർച്ചയും ഉണ്ടാക്കുന്നില്ല കേന്ദ്രം. ഇന്ന് ശ്രീകുമാറോ ഇനിയിപ്പം കോൺഗ്രസോ VD സതീശനോ കെ സുധാകരനോ രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ പറഞ്ഞാൽ മതി, അത് ഞാൻ വിശ്വസിക്കാൻ ഞാൻ തയ്യാറാണ്. പക്ഷെ ഇത് പറയുമോ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണോ അവിടുത്തെ പ്രശ്നം? നമ്മൾ എത്രയോ കാര്യങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പക്ഷേ ഇത് പറയാതെ പറയുന്നത് ഇത് തന്നെയല്ലേ ശ്രീ എ സജീവൻ? ഇങ്ങനെ ഒന്നും പറയാതിരുന്നാൽ, ഒരു സമരം നടത്താതിരുന്നാൽ, ഞാൻ അതാണ് ചോദിച്ചത്, ഇത് ആർക്കാണ് ഗുണം എന്ന് ചോദിച്ചത്. അതുകൊണ്ടാണ് ഇങ്ങനെ പറയാതിരുന്നത് കൊണ്ട് അങ്ങ് ഈ പറഞ്ഞതുപോലെ, അങ്ങ് സംശയിച്ചതുപോലെ ഇവർ എന്താണ് പറയുന്നത്? ഇവിടെ ഒരു പ്രശ്നവുമില്ല, ഫെഡറലിസത്തിൻ്റെ തകർച്ചയില്ല, ഇവിടെ കേന്ദ്ര ഗവൺമെൻറ് നരേന്ദ്രമോദി കേരളത്തെയോ മറ്റ് BJP ഇതര സർക്കാരുകളെയോ ബുദ്ധിമുട്ടിക്കുന്നില്ല, ഇവിടെ സെക്യുലറിസത്തിന് ബുദ്ധിമുട്ടില്ല, ഡെമോക്രസിക്ക് ബുദ്ധിമുട്ടില്ല. ഇതൊക്കെയല്ലേ VD സതീശനും കൂട്ടരും പറയുന്നു എന്നല്ലേ മനസ്സിലാക്കേണ്ടത്? അങ്ങനെയാണെങ്കിൽ അവരുടെ സമരത്തിന്റെ മുദ്രാവാക്യം അതാണ് എനിക്ക് അവരോട് ചോദിക്കാനുള്ള ചോദ്യം അതാണ്. ഇതാണ് നിങ്ങൾ പറയുന്നതെങ്കിൽ അത് തുറന്നു പറയുക. ഇവിടെ ഇപ്പോഴത്തെ പ്രശ്നം എന്താണ്? ഇവിടെ സെക്യുലറിസം പ്രശ്നത്തിലാണ്. കേരളത്തെ മാറ്റി വെച്ചുകൊണ്ട് നിങ്ങൾ ചിന്തിക്കും, ബാക്കിയുള്ള സംസ്ഥാനങ്ങളിൽ കർണാടകവും തമിഴ്നാട് ഉൾപ്പെടെയുള്ള ബംഗാൾ ഉൾപ്പെടെയുള്ള പഞ്ചാബ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കേന്ദ്രം എന്തൊക്കെ രീതിയിലാണ് ഇടപെടുന്നത്, ഏതൊക്കെ രീതിയിലാണ് അവിടെയുള്ള ഭരണത്തെ ഭീകരമായ രൂപത്തിൽ വരിഞ്ഞു മുറുക്കുന്നു എന്നുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പൊ കേന്ദ്രത്തിന്റെ പ്രശ്നം എന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള ജനാധിപത്യ സംവിധാനവും ഇവിടെ അനുവദിക്കില്ല. ഏകാധിപത്യത്തിന്റെ രീതിയിൽ ഞങ്ങൾ ഇന്ന കാര്യങ്ങൾ ചെയ്യും, ആ ചെയ്യുന്നത് നിങ്ങൾ അനുഭവിക്കുക എന്നുള്ളതിന് അപ്പുറത്തേക്ക് ഒരു രക്ഷയുമില്ല എന്ന് പറയുമ്പോൾ അത് തമിഴ്നാട്ടിൽ സ്വീകരിക്കാം, പഞ്ചാബിൽ സ്വീകരിക്കാം, മറ്റ് കർണാടകയിൽ സ്വീകരിക്കാം,
പക്ഷെ കേരളത്തിൽ മാത്രം പറ്റില്ല എന്ന് പറയുന്ന നിലപാടെടുക്കാൻ പറ്റുമോ എന്നുള്ളതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഇവിടെ അത് നടക്കുന്ന കാര്യങ്ങളാണ്. ബാക്കി പിണറായി വിജയന്റെയോ അല്ലെങ്കിൽ ബാക്കിയുള്ള മന്ത്രിമാരുടെയോ ഒക്കെ കാര്യങ്ങളൊക്കെ മാറ്റിവെക്കാം. ഇതിനപ്പുറത്തേക്ക് ഫെഡറൽ സിസ്റ്റം എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടല്ലോ, ആ സംവിധാനത്തെ തകർക്കുന്നുണ്ടോ കേന്ദ്രം? അതിനെക്കുറിച്ച് കോൺഗ്രസ് എന്താണ് പറയുന്നത്? വി ഡി സതീശൻ പറയുന്നത് എന്ത് ചെയ്താലും ഇവിടെ എന്തൊക്കെ സംഭവിച്ചാലും പിണറായി രാജിവെക്കണം എന്ന്. അതൊരു രാഷ്ട്രീയ നിലപാട് പോലുമല്ല, അതൊരു തരത്തിലുള്ള മുദ്രാവാക്യം വിളി മാത്രമാണ്. അതാണ് വേണ്ടത്. പിണറായി വിജയൻ രാജിവെക്കുമോ ഇല്ലയോ എന്നുള്ള കാര്യം വേറെ മാറ്റിവെക്കാം. പക്ഷെ കേന്ദ്ര സർക്കാരും സംസ്ഥാന സർക്കാരും തമ്മിലുള്ള ഒരു ബന്ധം, ആ ബന്ധത്തിൽ കേന്ദ്രത്തിന്റെ ഇടപെടൽ എത്ര വരെയാകാം, കേന്ദ്രം ഗവർണർ ഉൾപ്പെടെയുള്ള ഭരണഘടനാ പദവികളെ ഏതൊക്കെ രീതിയിൽ ഉപയോഗിക്കാം, ആ ഒരു കാര്യത്തിൽ നമുക്ക് അഭിപ്രായം പറയണമല്ലോ. ശ്രീ എൻ ശ്രീകുമാർ നേരത്തെ പറഞ്ഞത്, ശ്രീ എൻ ശ്രീകുമാർ നേരത്തെ പറഞ്ഞത്, മുൻപ് പ്രതിപക്ഷം എന്താണ് ചെയ്തത്? ഈ CPM പ്രതിപക്ഷത്തിരുന്നപ്പോൾ എന്താണ് ചെയ്തത്? അന്നത്തെ സർക്കാരിനെ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ സഹായിച്ചില്ലല്ലോ. ഒരു പകരം വീട്ടാൻ ഇപ്പോൾ കിട്ടിയ ഒരു അവസരം ഇതാണ്, അതുകൊണ്ട് കണക്ക് തീർക്കുന്നു. അല്ല, അതാണെങ്കിൽ അത് പറയണം. ഞങ്ങൾ പകരം വീട്ടുകയാണ്, ഇത് ശരിയൊന്നല്ല, എന്നാ പകരം വീട്ടുകയാണ്, അത് പറയും. പണ്ട് LDF ചെയ്തത് ശരിയല്ലാത്ത കാര്യങ്ങളായിരുന്നു, അതുകൊണ്ട് അന്ന് അവർ ഞങ്ങൾക്കെതിരെ കാട്ടിയ ഈ രാഷ്ട്രീയ വിരോധം വെച്ചുകൊണ്ട് ഞങ്ങൾ പകരം വീട്ടുകയാണെന്ന് പറഞ്ഞോളൂ. പക്ഷെ പറയേണ്ടത് അതേ രീതിയിലായിരിക്കണം. നമ്മളിപ്പോ ഈ LDFന്റെ ഭാഗത്ത് കഴിഞ്ഞ തവണയോ അതിന് മുമ്പത്തെ തവണയോ അതിനപ്പുറത്തെ തവണയോ ഒക്കെ എന്തെങ്കിലും വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ പകരം വീട്ടാനല്ലോ UDF നമ്മൾ നിയോഗിക്കുന്നത്. UDFന്റെ ചുമതല എന്താണ്? ഭരണത്തിലാണെങ്കിലും പ്രതിപക്ഷത്തിലാണെങ്കിലും അവർ ചെയ്യേണ്ടത് അവരെ ജനാധിപത്യപരമായിട്ട് നിയോഗിച്ച കാര്യത്തിൽ ഭരണം കിട്ടുന്ന ആ രീതിയിൽ, പ്രതിപക്ഷത്തിരിക്കാൻ ആ രീതിയിൽ അവർ ചെയ്യേണ്ട ചില കടമകളുണ്ട്. അത് ചെയ്യാണോ ചെയ്യുന്നത്? അല്ലെങ്കിൽ നേരത്തെ കഴിഞ്ഞ തവണ നിങ്ങൾ ഇങ്ങനെ ചെയ്തില്ല, അതുകൊണ്ട് ഞങ്ങൾ പകരം വീട്ടുകയാണെന്ന് പറയുന്നത് ജനാധിപത്യത്തിൽ ഒരു ഭരണ സംവിധാനത്തിൽ പാർട്ടിക്കോ മുന്നണിക്കോ ഒഴിച്ച പരിപാടിയല്ല. പ്രതിപക്ഷത്തിന്റെ റോൾ എന്താണ് എന്ന്, പ്രതിപക്ഷത്തിന്റെ കടമ എന്താണ് എന്ന് അദ്ദേഹം നേരത്തെ പറഞ്ഞു. പ്രതിപക്ഷത്തിന് ജോലി ഇങ്ങനെ സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനെ ബുദ്ധിമുട്ടിക്കുക. സംസ്ഥാനം ഭരിക്കുന്ന സർക്കാരിനാണ് ഈ ജനങ്ങളെയൊക്കെ നോക്കേണ്ട ജോലി എത്രേ. ശ്രീ എൻ ശ്രീകുമാർ നേരത്തെ പറഞ്ഞതാണ്. അതുകൊണ്ട് ആ ജോലി കൃത്യമായിട്ട് അവർ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കിക്കൊണ്ടിരിക്കും. അതിന് വേണ്ട രീതിയിൽ ചിലപ്പോൾ കരിങ്കൊടി കാട്ടും, ചിലപ്പോൾ പൊതുമുതൽ അടിച്ചു നശിപ്പിക്കും, സമരം നടത്തും, എല്ലാം അങ്ങനെ ചെയ്തുകൊണ്ട് ബുദ്ധിമുട്ടിച്ച് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകും. അപ്പോൾ അതിനെയൊക്കെ മറികടന്ന് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിനെതിരെ കാര്യങ്ങളൊക്കെ ചെയ്ത് ജനങ്ങളെ സംരക്ഷിച്ചു കൊള്ളണം. ഇതാണ്. അതല്ല, അത് തീർത്തും തെറ്റായ നിലപാടാണ്. പ്രതിപക്ഷത്തിന്റെ ചുമതല എന്ന് പറയുന്നത് ജനാധിപത്യത്തിന്റെ ഒരു സംവിധാനത്തിന്റെ ഒരു രീതിയുണ്ട്. അതിൽ ഭരണത്തിലായാലും അല്ലെങ്കിലും ഒക്കെ അവർ ചെയ്യേണ്ട കർത്തവ്യമുണ്ട്. ഭരണപക്ഷത്തിൽ കുറെ വീഴ്ചകളോ പ്രശ്നങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാട്ടാം. അവർ ചെയ്യേണ്ടത് ഭരണത്തെ ശരിയായ രൂപത്തിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ വേണ്ട നിർദ്ദേശമോ അല്ലെങ്കിൽ വിമർശനമോ ഒക്കെ ചെയ്യാന്നുള്ളതാണ്. അതാണോ ചെയ്യുന്നതാണ് പറയേണ്ടത്. ഭരണപക്ഷത്തിന്റെ നിങ്ങൾ നേരത്തെ പ്രതിപക്ഷത്തായപ്പോൾ ഇന്ന ചെയ്തില്ലേ, അതുകൊണ്ട് ഞങ്ങൾ പ്രതികാരം ചെയ്യുന്നു പറയുന്നത് ജനാധിപത്യ രീതിയല്ല. അവർ ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത്, ഞങ്ങൾ ഇപ്പോൾ പ്രതിപക്ഷത്താണ്, നിങ്ങളുടെ ഭാഗത്ത് ഇന്ന പ്രശ്നങ്ങളുണ്ട്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് പൂർണ്ണമായിട്ട് ശരിയാണ്, അത് പറയാം. ആ കേന്ദ്ര സർക്കാർ ചെയ്യുന്നത് ശരിയാണെന്ന് പറയുന്നതിൽ നമുക്ക് എതിരൊന്നുമില്ല. നിങ്ങളുടെ നിലപാട് എന്താണെന്ന് വ്യക്തമാക്കണം. അതിനല്ലാതെ ഇപ്പോഴത്തെ അവസ്ഥയിൽ കേന്ദ്രം എല്ലാ സംസ്ഥാനങ്ങളെയും ഭീകരമായിട്ട് വരിഞ്ഞു മുറുക്കുന്നു, ശ്വാസം മുട്ടിക്കുന്നു എന്നൊക്കെ പറയുകയും പക്ഷെ കേരളത്തിന്റെ കാര്യം ഞങ്ങൾ സമരത്തിനില്ല എന്ന് പറയുകയും ചെയ്തത് ശരിയായ നിലപാടല്ല. നിങ്ങൾ ഇതിനെ വിമർശിക്കേണ്ട നിങ്ങളെ ജനങ്ങൾ ചുമതലപ്പെടുത്തിയിട്ടുള്ളത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഈ ജനാധിപത്യ വിരുദ്ധമായിട്ട കാര്യങ്ങളിൽ എതിർക്കുക എന്നുള്ളതാണ്. എതിർക്കുന്നുണ്ടോ? നിങ്ങൾ എതിർക്കാതെ ഞങ്ങൾ നേരത്തെ ഭരിക്കുന്ന സമയത്ത് നിങ്ങൾ ചെയ്തില്ല എന്നുള്ള കൊതിക്കറിവല്ല ചെയ്യേണ്ടത്. കൊതിക്കറിവ് എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ ശരിയായിട്ടുള്ള നിലപാടല്ല. പ്രതിപക്ഷത്തിന് LDFന് ആ വീഴ്ച ഉണ്ടായിരുന്നു, നിങ്ങൾ അതൊക്കെ പറയാം.
നിങ്ങൾ ചെയ്യുമ്പോൾ ഇങ്ങനെ ജനാധിപത്യപരമായിട്ട് കാര്യങ്ങൾ ചെയ്തു എന്ന് ചോദിക്കാം. പക്ഷേ ഞങ്ങൾ അതുകൊണ്ട് ഈ പകരം വീട്ടുകയാണെന്ന് പറയുന്നത് ജനാധിപത്യപരമായിട്ട് പ്രവർത്തനമല്ല. അത് ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും ഒക്കെ ഏതൊരു പാർട്ടികളും ചെയ്യേണ്ട രീതിയല്ല. അങ്ങനെ ഇപ്പോൾ ചെയ്യുന്നുണ്ടെങ്കിൽ PD സതീശൻ ചെയ്താലും ഇപ്പൊ ശ്രീകുമാർ തന്നെ ന്യായീകരിച്ചാലും അതിനോട് യോജിക്കാൻ എനിക്ക് പറ്റില്ല എന്നാണ് ഞാൻ പറയുന്നത്. ശരി, ശ്രീ N. ശ്രീകുമാർ, ഇതൊരു വളരെ ഒരു പ്രത്യേകതയുള്ള ഒരു ഒരു ഘട്ടത്തിലാണ് നമ്മുടെ രാജ്യമൊക്കെ ഇപ്പോൾ നിൽക്കുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഭീഷണി എന്തിനെയൊക്കെയാണ്? ഭരണഘടന ഭീഷണിയിലാണ്, ഫെഡറലിസം, സെക്യുലറിസം, ഡെമോക്രസി, മറ്റ് തരത്തിലുള്ള ഇടപെടലുകൾ, ഇതെല്ലാം ഇങ്ങോട്ടേക്ക് പോകുന്നു എന്ന ഒരു ലക്ഷ്യവും ഇല്ലാതെ നിൽക്കുകയാണ്. അവിടെ മുൻപ് ഇങ്ങനെ ചെയ്തു, ഇപ്പോൾ അതുകൊണ്ട് പ്രതികാരം ചെയ്യുന്നു എന്നൊക്കെയുള്ള ഒരു കളി കളിക്കാനുള്ള ഒരു സമയമൊന്നുമില്ല. അത്തരം രാഷ്ട്രീയ കളിക്കുള്ള ഒരു സമയമല്ല ഇത്. ഇവിടെ കേരളത്തിന് സമാനമായിട്ടുള്ള പ്രശ്നങ്ങൾ ഉള്ള BJP ഇതര സംസ്ഥാനങ്ങൾക്ക് സമരം ചെയ്യേണ്ടി വരുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിൽ നിൽക്കാൻ പ്രതിപക്ഷത്തിന് റോൾ ഉണ്ട് എന്നല്ലേ മനസ്സിലാകുന്നത്? ഇത് താങ്കൾക്ക് അറിയാത്തത് കൊണ്ടല്ലല്ലോ. അപ്പോൾ അത് പറഞ്ഞു കൊടുക്കുകയും ആ ഉപദേശം കൊടുക്കുകയും ചെയ്തില്ലെങ്കിൽ, ഭരിക്കാൻ അറിയാത്തത് കൊണ്ട് പ്രതിപക്ഷത്തിരുന്നവർക്ക് ഇപ്പോൾ പ്രതിപക്ഷത്തിരിക്കാനും അറിയില്ല എന്ന് ജനങ്ങളെ കൊണ്ട് പറയിക്കുമോ? ഡോക്ടർ ലാലെ, ഞാൻ പറയാത്ത കാര്യങ്ങൾ ഞാൻ പറഞ്ഞു എന്ന് വരുത്തി അതൊരു ചർച്ചയാക്കുന്നത് ശരിയല്ല. ഞാൻ പറഞ്ഞത് നിങ്ങൾ പ്രതിപക്ഷം ഗവൺമെന്റിനെ സഹായിക്കണ്ടേ എന്ന് ചോദിച്ചപ്പോൾ മുൻകാല ഗവൺമെന്റുകളുടെ കാലത്ത് പ്രതിപക്ഷത്തിരുന്ന CPM-ന്റെ ചെയ്തികൾ എന്തായിരുന്നു എന്നാണ് ഞാൻ ചോദിച്ചത്. അല്ലെങ്കിൽ നിങ്ങൾക്കത് ഞാൻ പറഞ്ഞു ഒന്ന് റിവൈൻഡ് ചെയ്തെടുത്ത് നോക്കാവുന്നതാണ്. അതവിടെ അത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ഭയം പാടില്ല ഒരു ഗവൺമെന്റിന്. കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്ന കമ്മ്യൂണിസ്റ്റ് ഗവൺമെന്റിന് ഭയം പാടില്ല. രണ്ടാമത്തെ കാര്യം, നുണ പറയരുത്. എന്താ ഭയം പാടില്ലെന്ന് പറയാൻ കാരണം? ഡോക്ടർ ലാൽ ഇപ്പോൾ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് പറഞ്ഞല്ലോ. കഴിഞ്ഞ തവണ നയപ്രഖ്യാപന പ്രസംഗത്തിൽ ഭരണഘടനാ മൂല്യങ്ങളെ കുറിച്ച് ആശങ്ക പ്രകടിപ്പിച്ച LDF ഗവൺമെന്റ് ഇത്തവണ ഭരണഘടനയെ കുറിച്ച് നയപ്രഖ്യാപനത്തിൽ മിണ്ടിയില്ല. അതാണ് അതിന്റെ കാര്യം. അപ്പൊ അവിടെ ഭയമുണ്ട്. എന്തിനാണ് ഭയക്കുന്നത്? അതിനേക്കാൾ വലിയ കാര്യങ്ങൾ അവിടെ ഉണ്ട് പറയാൻ. കഴിഞ്ഞ തവണ പറഞ്ഞതെല്ലാം അവിടെ നിഷേധിച്ചിട്ടൊന്നുമില്ല. അങ്ങനെയല്ല രാജ്യം മുന്നോട്ട് പോയിരിക്കുന്നു എന്നല്ല പറഞ്ഞിരിക്കുന്നത്. അതെല്ലാം അവിടെ തന്നെ ഉണ്ട്. അതിനേക്കാൾ വലിയ പ്രശ്നങ്ങൾ ഇത്തവണ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ടല്ലോ. നമ്മളിന്ന് നേരിടുന്ന ഏറ്റവും വലിയ ഭീഷണി ഭരണഘടനാപരമായ പ്രശ്നങ്ങളും കേരള സംസ്ഥാന ബന്ധങ്ങളെ ഉലയ്ക്കുന്ന രീതിയിൽ കേന്ദ്രത്തിന്റെ ദ്രോഹ നടപടികളും എന്നാണ് ഇടതുപക്ഷം പറയുന്നത്. അതിന് അടിസ്ഥാനപരമായ കാര്യങ്ങൾ നയപ്രഖ്യാപനത്തിൽ ഇല്ല. രണ്ടാമത്തെ കാര്യം, കേന്ദ്രത്തിന്റെ പ്രതിപുരുഷനായ ഒരു ഗവർണർ എപ്പോഴും ഇങ്ങനെ ഒരു മുഖ്യമന്ത്രിയെ അപമാനിക്കുകയും പരിഹസിക്കുകയും ചെയ്യുമ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടിരിക്കുകയാണ് ഇവിടുത്തെ ഗവൺമെന്റ് CPM-ഉം. ഇവിടെ ഇന്ന് CPM പറഞ്ഞല്ലോ അവരെപ്പോഴും തമ്മിലടിയാണെന്നല്ലേ നിങ്ങൾ പറയുന്നത്? നിങ്ങളൊക്കെ പറയുന്നത് ഈ സംസ്ഥാന സർക്കാരും ഗവർണറും തമ്മിൽ ഒരിക്കലും യോജിച്ചു പോകുന്നില്ല എന്നാണല്ലോ. ഇന്നും CPM പറഞ്ഞിരിക്കുന്നത് എന്താണ്? നിലവിട്ട് പെരുമാറുന്ന ആളാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതിനേക്കാൾ അപ്പുറം ഒരു വാക്കുണ്ടോ? ആര് പറഞ്ഞു അങ്ങനെ? ഒരു ഗവർണറെ കുറിച്ച് ഇത്രയും നല്ല ഒരു വിമർശനം ഏത് പാർട്ടിയാണ് പറഞ്ഞത്? ഡോക്ടർ ലാലെ, ഒരു ഗവർണറെ ഈ ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങളെ തടസ്സപ്പെടുത്തുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഗവർണറെ തിരിച്ചു വിളിക്കണമെന്ന് പറയണം ആർജവമുണ്ടെങ്കിൽ. അത് പാർട്ടി പറയണം, അല്ല ഗവൺമെന്റ് പറയണം. അത് ഇതുവരെ പറഞ്ഞിട്ടില്ല. നിരന്തരം അത് അവർ തമ്മിലുള്ള പിണക്കത്തെ കുറിച്ച് ഞാൻ തന്നെ ആദ്യത്തെ സൂചിപ്പിച്ചല്ലോ. പക്ഷെ അതുകൊണ്ട് നഷ്ടം കേരളത്തിനാണെന്നുള്ളത് ഈ ഗവർണറെ തിരിച്ചു വിളിക്കേണ്ട ഒരു അവസ്ഥയുണ്ടോ? ഈ ഗവർണറെ തിരിച്ചു വിളിക്കേണ്ടതാണോ? താങ്കൾക്ക് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കോൺഗ്രസിന് അങ്ങനെ ഒരു അഭിപ്രായമുണ്ടോ? കോൺഗ്രസ് ഇതുവരെ പറഞ്ഞില്ലല്ലോ. അങ്ങനെ അതിനുവേണ്ടി തെരുവിൽ ഇറങ്ങിയോ? എന്റെ ലാലെ, ഇത് കോൺഗ്രസിന്റെ കാര്യമല്ല, ഇത് ഗവൺമെന്റിന്റെ കാര്യമാണ്. ഭരണഘടനാപരമായ ഒരു പദവിയാണ് ഗവർണർ. ഭരണത്തലവൻ ഗവർണറാണ്. നോമിനൽ ഹെഡ് ആണെന്ന് അദ്ദേഹത്തെ കുറിച്ച് പറയുന്നെങ്കിലും ഇവിടെ റിയൽ ഹെഡായിട്ട് അദ്ദേഹം പ്രവർത്തിക്കുകയാണ്. അതുകൊണ്ട് മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ മന്ത്രിസഭാംഗങ്ങൾക്കും ഭരണകാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് ഞങ്ങളെ തടസ്സപ്പെടുത്തുന്ന ഗവർണർക്കെതിരെ നടപടി സ്വീകരിക്കണമെന്ന് പറയാനുള്ള കഴിഞ്ഞ ദിവസത്തെ ഗവർണറുടെ നടപടിയെക്കുറിച്ചാണെങ്കിൽ ഞാൻ കണ്ടതനുസരിച്ചും ഇന്നിപ്പോൾ പൊതുവെ വന്ന നിരീക്ഷണം അനുസരിച്ചും എനിക്ക് അതിനകത്തൊരു എതിരഭിപ്രായമുണ്ട്. അദ്ദേഹത്തെക്കുറിച്ച് സർക്കാരിന് എതിരഭിപ്രായം ഒരുപാടുണ്ട്. ഇന്നലെ ചെയ്ത കാര്യത്തിലും നിലവിട്ടാണ് അദ്ദേഹം ചെയ്തിരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് CPM-ന് എതിരഭിപ്രായം ഇല്ല. പക്ഷെ അതേസമയം അദ്ദേഹം ഇന്നലെ അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വം നടപ്പിലാക്കിയിട്ടുണ്ട്.
അദ്ദേഹം നയപ്രഖ്യാപനം വായിച്ചിട്ട് മേശപ്പുറത്ത് വെച്ചിട്ടാണ് പോയത്. പക്ഷേ അവിടെ ചില പെരുമാറ്റം ആ സഭയിൽ യോജിക്കുന്ന രീതിയിലായിരുന്നില്ല എന്ന് UDF ഉൾപ്പെടെ പറഞ്ഞിട്ടുണ്ട്. UDF പറയുന്നതല്ലല്ലോ ഇവിടുത്തെ പ്രശ്നം. ഞാൻ പറയുന്ന ഒരു ഗവർണർ എന്ന് പറയുന്ന ആരാണ്? ഭരണത്തെ അതുപോലെ നമ്മുടെ ഭരണ ബിസിനസ്സെ സുതാര്യമാക്കിയിട്ടും അതുപോലെ എളുപ്പമാക്കാനും സഹായിക്കേണ്ട ഒരു കേന്ദ്രത്തിന്റെ പ്രതിപുരുഷനാണ് അദ്ദേഹം. ഇവിടെ തടസ്സപ്പെടുത്തുന്നു എന്നാണ് CPM-ന്റെ അഭിപ്രായം. അദ്ദേഹത്തിനെതിരായ നീക്കം ഇവിടെ ദുർബലമാണ്. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ ചില കേന്ദ്ര ഏജൻസികളെ ഭരണകക്ഷി ഭയക്കുന്നത് കൊണ്ടാണ്. ഇതൊക്കെയാണ് പ്രശ്നം. ഇവിടുത്തെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ച് ഗവൺമെന്റ് ആകുലപ്പെടുമ്പോൾ പ്രതിപക്ഷം ചോദിക്കുന്നത് കൃത്യമായ കണക്ക് പറയൂ, ധവളപത്രം ഇറക്കൂ. എന്താ ചെയ്യാത്തത്? ശ്രീ KN ഗോപിനാഥനൊക്കെ നന്നായിട്ട് സാമ്പത്തിക ശാസ്ത്രം അറിയുന്ന ഒരാളാണല്ലോ. ശരി, ഞാനത് ശ്രീ KN ഗോപിനാഥനോട് ചോദിക്കാം. ഇത് നമ്മൾ പലതവണ ചോദിച്ചതാണ്, അങ്ങേക്ക് അതിനുള്ള മറുപടി പലരും തന്നിട്ടുണ്ട്. എന്നാലും ഞാനത് ചോദിക്കാം. പക്ഷെ അപ്പോഴും എൻ്റെ ചോദ്യം ഇതാണ് സാർ, എന്താണ് ഈ VD സതീശന് ഇതേ സംശയം, അല്ലെങ്കിൽ കേന്ദ്രം ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചും നരേന്ദ്രമോദിയോട് ഒരു സംശയമില്ലാത്തത്? നിങ്ങളൊരു കാര്യം പറയൂ എന്ന്, ജനങ്ങളോട് പറയൂ എന്ന്, സെക്യുലറിസം ഇങ്ങനെ ത്രെട്ടിലാണ്, നിങ്ങൾ പറയൂ എന്ന് എന്തുകൊണ്ട് അദ്ദേഹം പറയുന്നില്ല? ജനാധിപത്യത്തെ ഇങ്ങനെ വ്യഭിചരിക്കരുത് എന്ന് നരേന്ദ്രമോദിയോട് പറയാൻ എന്തുകൊണ്ട് അദ്ദേഹത്തിന് സാധിക്കുന്നില്ല? ഒരു അടുത്ത തെരഞ്ഞെടുപ്പ് വന്നിട്ട് ജനങ്ങൾ അദ്ദേഹത്തെ അധികാരത്തിലേറ്റുമ്പോൾ ഇതാണ് അവസ്ഥയെങ്കിൽ ചോദിക്കും. അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ്. ശരി, ഞാൻ അങ്ങനെയൊക്കെ തിരിച്ചു വരാം. ഈ ഘട്ടത്തിൽ നമുക്ക് സമയം കുറച്ചുകൂടെ നിയന്ത്രിച്ച് പോകേണ്ടതുണ്ട്. ശ്രീ KN ഗോപിനാഥ്, ഇതാണ് അടുത്ത തെരഞ്ഞെടുപ്പ് കഴിയാൻ കാത്തിരിക്കുകയാണ്. ഡോക്ടർ ലാല്, ഈ ശ്രീകുമാർ അദ്ദേഹം പറഞ്ഞത് രണ്ട് കാര്യങ്ങൾ പ്രധാനപ്പെട്ട മറുപടി പറയേണ്ടതുണ്ട്. ഒന്ന്, കേരള ഗവർണർ, ഞാൻ പറയുന്നത് കേരള ഗവർണറുടെ ഈ മിനിങ്ങാമത്തെ നയപ്രഖ്യാപനം മാത്രമല്ല, ബ്ലഡി കണ്ണൂർ വിളി. കേരളത്തിലെ ഗവൺമെൻറ് ഭൂരിപക്ഷാടിസ്ഥാനത്തിൽ നിയമമാക്കിയിട്ടുള്ള നിയമങ്ങൾ ഒപ്പിടാതെ കാലങ്ങളായി അത് മടക്കി നൽകാതെ അത് വെറുതെ അട്ടത്ത് വച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ മേശവലിപ്പിനകത്ത് വച്ചുകൊണ്ടിരിക്കുക. ഇതിനെല്ലാം എതിരായി ശക്തമായ നിലപാട് സ്വീകരിക്കുന്ന പ്രസ്ഥാനമായതുകൊണ്ടാണ് അവസാനം ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുള്ളത്. അതിനൊക്കെ ഒരു ധൈര്യക്കുറവ് ആ കാര്യത്തിലൊന്നുമില്ല. മനസ്സിലായില്ലേ? ഗവർണറെ തിരിച്ചു വിളിക്കണമെന്നുള്ളത് കേരളത്തിലെ പൊതുജനങ്ങളുടെ പൊതുവികാരമായി ഉയർന്നു വരട്ടെ, നമുക്കത് ചെയ്യാം, യാതൊരു തർക്കവുമില്ല. ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസ് മിഠായി തെരുവിലൂടെ കേരളത്തിലെ ജനങ്ങളെ തന്നെ വെല്ലുവിളിച്ചുകൊണ്ട് നടന്ന ഗവർണറുടെ സ്റ്റാറ്റസ് ഇട്ട കോൺഗ്രസ് നേതാക്കന്മാരെ ഞാൻ വേണമെങ്കിൽ അങ്ങോട്ട് ഇഷ്ടം പോലെ അയച്ചു തരാം ശ്രീമോറേട്ടന്. അപ്പോൾ സൗകര്യാധിഷ്ഠിതമായി ഇവിടെ ഇപ്പോൾ ഒരു ഭംഗിവാക്കിന് ഗവർണറെ തിരിച്ചു വിളിക്കുക, ഗവർണർ ഇന്നലെ ചെയ്തത് തെറ്റായി പോയി എന്ന് പറയുക എന്നുള്ളതല്ലാതെ ഗവർണർ ഈ ഗവൺമെൻറ്റിനെതിരായി കാണിക്കുന്ന കോപ്രായങ്ങളെല്ലാം പിന്തുണയ്ക്കുന്ന പ്രസ്ഥാനമല്ലേ കേരളത്തിലെ കോൺഗ്രസ്? പ്രത്യേകിച്ച് കോൺഗ്രസിനെ നയിക്കുന്ന KPCC അധ്യക്ഷനായിട്ടുള്ള K. സുധാകരൻ പരസ്യമായി അത് പറഞ്ഞിട്ടുണ്ടല്ലോ. ഗവർണറെ പോലെ നല്ലൊരാൾ വേറെ ഇല്ല എന്നുള്ളതിൽ അദ്ദേഹം തന്നെ പരസ്യമായി പറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകളൊക്കെ ഈ ഓൺലൈനിനകത്തൊക്കെ സജീവമാണ്. അതുകൊണ്ട് അതൊന്നും മറക്കേണ്ട കാര്യമില്ല. അപ്പോൾ ഗവർണറെ തിരിച്ചു പോകണം എന്നുള്ളത് സ്വയം കേരളത്തിലെ ജനങ്ങൾ ആ നിലയിലേക്ക് തന്നെ വരാൻ പോവുകയാണ്. അതിൻ്റെ എല്ലാ നെല്ലിപ്പഴിയും കണ്ടിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ഇന്നലത്തെ നടപടിയും അത് തന്നെയാണ്. ഇന്നലത്തെ നടപടി ഗവൺമെൻറ് വിഴുങ്ങിയെന്നുണ്ടെങ്കിലും, ഗവർണർ വിഴുങ്ങിയെന്നുണ്ടെങ്കിലും ഒന്നാന്തരമായി കേന്ദ്രത്തിൻ്റെ കേരളത്തോടുള്ള അവഗണന സാമ്പത്തിക രംഗത്തടക്കം ചെയ്യുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് നല്ല വിധത്തിലേക്ക് വിശകലനം ചെയ്തുകൊണ്ടുള്ളൊരു നയപ്രഖ്യാപനമാണ് അവിടെ നടത്തിയിട്ടുള്ളത്. അതിനകത്ത് യാതൊരു സംശയമില്ല. ആ നയപ്രഖ്യാപനം മേശപ്പുറത്ത് വച്ചതുകൊണ്ട്, അത് ബൈൻഡിങ് ആയതുകൊണ്ട് നയപ്രഖ്യാപനത്തിൻ്റെ വിശദാംശങ്ങൾ പത്രമാധ്യമങ്ങൾക്ക് കൊടുത്തിട്ടുണ്ട്, പത്രമാധ്യമങ്ങൾ എടുത്തിട്ടുണ്ട്. പക്ഷേ ഗവർണർ മനഃപൂർവ്വമാണ്, അത് കേന്ദ്രത്തിനെതിരാണെന്നുള്ളത് കൊണ്ട് മനഃപൂർവ്വമായും കേരളത്തിലുള്ള നീരസം കാണിക്കാൻ വേണ്ടിയാണ് അദ്ദേഹം യഥാർത്ഥത്തിൽ ഒരു ഗവർണറുടെ കടമ നിറവേറ്റുന്ന വിധത്തിലേക്ക് ചെയ്യാതെ, എന്നാൽ ഞങ്ങൾ വായിച്ചു എന്നറിയിക്കാൻ വേണ്ടി സഭയിൽ വരികയും പൂച്ചെണ്ട് മേടിക്കുകയും അവസാനം ആരോടും മിണ്ടാതെ ഏതാണ്ട് കൊച്ചുകുട്ടികളോ ഒക്കെ കാണിക്കുന്ന ഗർവും കാണിച്ചുകൊണ്ട് അവസാനത്തെ ഭാഗം മാത്രം വായിച്ചു പോയത്. അതൊക്കെ കേരളത്തിനകത്ത് അനാവശ്യമായിട്ടുള്ള ഒരു കീഴ്വഴക്കം സൃഷ്ടിക്കാനല്ലാതെ ഒരു ഗവർണർമാർ നാളിതുവരെ ചെയ്യാത്തൊരു കാര്യമാണ്. ഒന്നാണതാണ്. രണ്ടാമത്തെ കാര്യം, അദ്ദേഹം സമരം എന്നുള്ളത് സമ്മേളനമായിട്ട് ഇപ്പോഴും വാദിച്ചുകൊണ്ടിരിക്കുക. ഇതൊന്നും സമരമല്ലല്ലോ, സമരങ്ങൾ ഞങ്ങളല്ലല്ലോ ചെയ്യേണ്ടതെന്നാണ് എനിക്ക് തോന്നുന്നത്. ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, കോൺഗ്രസിൻ്റെ സമരം എന്ന് പറയുന്നത് പഴയ ജനാധിപത്യ കോൺഗ്രസ് എന്നുള്ളതെല്ലാം വിട്ട് ജനങ്ങളെ സംഘടിപ്പിച്ച് അണിനിരത്തി സമരം ചെയ്യുക എന്നുള്ളത് അല്ലാതെ ഷൂ എറിഞ്ഞ് അതാണ് സമരം,
അല്ലെങ്കിൽ ഒളിച്ചിരുന്ന് ഒരു പ്രകടനം നടക്കുമ്പോൾ കോൺഗ്രസിൻ്റെ പേരിൽ കല്ലും കരിങ്കല്ലും കമ്പിവെടിയായിട്ട് ഒരു കരിങ്കടിയായിട്ട് എന്തെങ്കിലും കോപ്രായം കാണിച്ച് അതിൻ്റെ മുമ്പിൽ ചാടുന്നതാണ് സമരം എന്നാണോ കോൺഗ്രസ്? അതാണോ സമരം? അത് കാണിക്കാത്തതുകൊണ്ടാണോ മുഖ്യമന്ത്രി നടത്തുന്ന സമരമല്ല എന്ന് പറയുന്നത്? മുഖ്യമന്ത്രി പ്രതീകാത്മകമായിട്ടുണ്ടെന്നാണല്ലോ. കേരളത്തിലെ ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കുകയാണ് ഒരു ഗവൺമെൻറ്. ഭരിക്കുന്ന ഒരു ഉത്തരവാദിത്വത്തോടുകൂടി നടത്തുന്ന സമരമാണ്. അതുകൊണ്ട് സമരങ്ങൾ പല വിധത്തിലുണ്ട്. ഞാനിപ്പോൾ ഈ പറയുന്ന വർത്തമാനം ഗവൺമെൻറ്റിനോടുള്ളൊരു സമരമാണ്, എൻ്റെ സമരമാണ്. മനസ്സിലായോ? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ കേരളത്തിനെതിരായ അവഗണനയ്ക്കെതിരായ സമരമാണ്. നിങ്ങൾ കാണിക്കുന്ന നിലപാട്, ശ്രീകുമാരേട്ടൻ കാണിക്കുന്ന പ്രസ്താവനകളെല്ലാം കേന്ദ്ര ഗവൺമെൻറ്റിനോട് കാണിക്കുന്ന മൃദു സമീപനമാണ്. ആ മൃദു സമീപനം BJPയും കോൺഗ്രസും തമ്മിലുള്ള അവിഹിതമായിട്ടുള്ള ബന്ധത്തെയാണ് കാണിക്കുന്നത്. അതുകൊണ്ട് BJPക്കെതിരെ ഒരു വർത്തമാനം പറയാൻ നിവൃത്തിയില്ലാത്ത വിധത്തിലേക്ക് കോൺഗ്രസ് മാറിയിട്ടുണ്ടെങ്കിൽ ആ BJPയെ കൈകാര്യം ചെയ്യാൻ ശേഷിയുള്ളവരാണ് കോൺഗ്രസ് എന്നുള്ള നിലയിൽ ഇനി കോൺഗ്രസിന് ജനങ്ങളെ അഭിമുഖീകരിക്കാൻ പറ്റുമോ? കോൺഗ്രസ് അതുകൊണ്ടാണ് തുറന്നു കാട്ടപ്പെട്ടിരിക്കുന്നു എന്ന് ഞാൻ പറഞ്ഞത്. ഞാൻ വെറുതെ പറഞ്ഞതല്ല. രാമജന്മഭൂമി ക്ഷേത്രത്തിൻ്റെ പ്രാണപ്രാർത്ഥന നടന്നപ്പോൾ ഏതാണ്ട് 2 മാസം കഴിഞ്ഞല്ലോ കോൺഗ്രസിൻ്റെ നിലപാട് പ്രസവിക്കാൻ. അതേവരെ കോൺഗ്രസ് ഏതാണ്ട് വനവാസത്തിന് പോയില്ലേ? അതൊക്കെ ആദ്യമൊക്കെ പറഞ്ഞാൽ എന്തായിരുന്നു? ശ്രീരാമക്ഷേത്രത്തിൽ പോകാതിരിക്കുകയോ ചെയ്യേ, പക്ഷേ അത് രാഷ്ട്രീയമായൊരു മുതലെടുപ്പിന് വേണ്ടി ഉപയോഗിക്കുന്നതിന് ഞങ്ങൾക്ക് യോജിപ്പില്ല എന്ന് പറയണ്ടേ? അത് പറയേണ്ട സമയത്ത് പറയണ്ടേ? നെഹ്റുവിൻ്റെയും കോൺഗ്രസിൻ്റെയും പാർട്ടി പറയണ്ടേ? അത് പറഞ്ഞില്ലല്ലോ. അങ്ങനെ ഈ പോക്കനം കേടും ഗോഷ്ഠികളും കാണിക്കുന്ന കോൺഗ്രസിനോട് ജനങ്ങൾക്കൊരു മതിപ്പുമില്ലാതായിരിക്കുന്നു. കേരളത്തിൽ നിന്ന് ജയിച്ചിട്ടുള്ള UDFന് നിലപാടുണ്ടോ ഇല്ലേ എന്നുള്ളതല്ല. രാഷ്ട്രീയമായി UDFന് ഒരു കാര്യമാണ് ഞാൻ പറഞ്ഞോട്ടെ. കേരളത്തിൽ രാഷ്ട്രീയമായി UDFും LDF എന്നുള്ള നിലയിൽ വൈരികളായി പെരുമാറുണ്ടാവും, രാഷ്ട്രീയം ഉണ്ടാവും, തർക്കമില്ല. അതിൻ്റെ നയം വന്നോട്ടെ. പക്ഷേ കേരളത്തിൽ നിന്ന് ഓരോ പാർലമെൻറ്റ് മണ്ഡലത്തിൽ നിന്നും ജയിച്ച MPമാർ ആ ഉത്തരവാദിത്തം കാണിക്കണ്ടേ? അവസാനം പാർലമെൻറ്റ് ഇലക്ഷൻ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ നവകേരള സദസ്സിലൂടെ കേരളം മുഴുവനും ഈ അവഗണന ചർച്ചയാവണമെന്ന് പറഞ്ഞപ്പോൾ VN പ്രതാപനെ കൊണ്ട് പ്രതാപൻ അവിടെ ഒരു ഇത് കൊടുത്തു. അത് യഥാർത്ഥത്തിൽ പ്രേമേന്ദ്രൻ കൊടുത്തതിന് ഘടകവിരുദ്ധ. പ്രേമേന്ദ്രൻ കൊടുത്തത് വന്ന് ആഘോഷിക്കാൻ തീരുമാനിച്ച കേരളം കണക്ക് കൊടുത്തിട്ടില്ല എന്നാ. എന്നാൽ പ്രതാപൻ പറഞ്ഞത് കേരളത്തിലെ ഗവൺമെൻറ് നവകേരള സദസ്സിലടക്കം എണ്ണി പറയുന്ന സാമ്പത്തിക കാര്യങ്ങൾ പാർലമെൻറ്റിൽ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇത് കേരളത്തിനെതിരായി വന്നിരിക്കുന്നു എന്നുള്ളതാണ്. അത് അവസാനം പറയാൻ വേണ്ടി ഒരു വർത്തമാനം, വെറുതെ ഞങ്ങളൊന്നും പറഞ്ഞില്ല എന്ന് വരുത്താൻ വേണ്ടി. ഇതല്ലേ നടന്നത്? അതുകൊണ്ട് കേന്ദ്രത്തിനെതിരായി അവഗണനയ്ക്കെതിരായി ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിന് അതിൻ്റെ ഫെഡറൽ നയങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭരണഘടനാപരമായ ബാധ്യതയുണ്ട് ജനങ്ങളുടെ താല്പര്യം സംരക്ഷിക്കാൻ, പ്രൊട്ടക്റ്റ് ചെയ്യാൻ ചെയ്യുന്ന ഗവൺമെൻറ്റിന് അതിനെല്ലാം എതിരായി നിൽക്കാൻ. ആ എതിർപ്പ് ഏറ്റവും അവസാന ഘട്ടത്തിലാണ് ഇങ്ങനെ പോയി നിൽക്കുന്നത്. അത് മുഖ്യമന്ത്രി അടക്കം സമരരംഗത്ത് നേതൃത്വം രംഗത്ത് വരുന്നത്. നമ്മൾ എത്രയോ സമരങ്ങൾ ഇന്ത്യയിൽ കണ്ടിട്ടുണ്ട്. തമിഴ്നാട് ജയലളിത പോയി പാർലമെൻറ്റിന് മുമ്പിൽ ഇരുന്നിട്ടില്ലേ? അന്ന് പാർലമെൻറ്റിലേക്ക് ചെല്ലുന്നതിന് ആർക്കും തടസ്സമില്ല. ഇന്നിപ്പോൾ MPമാരെ തന്നെ സസ്പെൻഡ് ചെയ്തെടുത്ത് കാലി കസേരയിൽ നോക്കിയിട്ട് നിയമം പാസ്സാക്കുന്നവരാണ് BJP. പ്രതിപക്ഷം എതിർക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ അവരെ മാർഷൽമാരെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തല്ലുന്നവരാണ് BJP. ഇതാണ് അവരുടെ പാർലമെന്ററി ജനാധിപത്യം. മനസ്സിലായില്ലേ? അതുകൊണ്ടാണ് ജന്തർ മന്ദറിൽ പോയി പ്രതിഷേധിക്കാൻ ഒരു അവസരം ഉണ്ടായത്. അങ്ങനത്തെ ഒരു സ്ഥിതിയിലേക്ക് അത് മാറേണ്ടി വന്നു. അല്ലെങ്കിൽ അതിനോട് പ്രതികരിക്കേണ്ടതാണെങ്കിൽ പ്രതികരിക്കുമെന്ന് N. ശ്രീകുമാർ പറഞ്ഞതിൻ്റെ അർത്ഥം എനിക്കിപ്പോഴും മനസ്സിലായിട്ടില്ല. അതുവരെയൊക്കെ കാത്തു നിൽക്കേണ്ടി വരുമോ? എന്താണ് നമ്മുടെ അവസ്ഥ എന്നുള്ളത് മനസ്സിലാക്കാതെ കോൺഗ്രസ് ഇങ്ങനെ പെരുമാറുകയാണെങ്കിൽ, ഇപ്പോൾ തന്നെ നോക്കൂ, ദേശീയ തലത്തിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട്. വളരെ ഗൗരവമായി ഈ BJPയെ എതിർക്കുന്ന കാര്യത്തിൽ, മുന്നണി സംവിധാനത്തെയൊക്കെ കൈകാര്യം ചെയ്യുന്ന കാര്യത്തിൽ രാഹുൽ ഗാന്ധിയെ പോലെ ഒരാൾ പോലും കൃത്യമായി ഇടപെടുന്നില്ല എന്ന വിമർശനം പോലും ഇപ്പുറത്തുള്ളവർക്കുള്ളപ്പോഴാണ് ഇങ്ങനെയുള്ള നിലപാടുകളൊക്കെ ഇവിടെയും വരുന്നത്. ഇതൊക്കെ ആർക്ക് ഗുണം ചെയ്യും? ഈ സമരത്തിൽ പങ്കെടുക്കണ്ടേ ഇവർ? പ്രിയ സജീവൻ, എന്നോടാണ് ചോദ്യം? അതെ. ശ്രീ സജീവൻ, താങ്കളോടാണ്. ചോദ്യം എന്നോടാണോ? ശ്രീ സജീവൻ, താങ്കൾക്ക് കേൾക്കാമെന്ന് തോന്നുന്നു. താങ്കളോടാണ് ഞാൻ ചോദിച്ചത്. അതെ, ഇതിൽ പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് BJPയുടെ നിലപാടിനോട് കോൺഗ്രസിന്റെ സമീപനം എന്താണ്? അതാണ് കോൺഗ്രസ് പറയേണ്ടത്. ഇവിടെ LDF സർക്കാരിന്റെ നിലപാടിനെ കുറിച്ചൊന്നുമല്ല പറയേണ്ടത്. BJP ഇപ്പോൾ കേന്ദ്രം ഭരിച്ചുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവർ നടത്തുന്ന കാര്യങ്ങൾ, അത് കേരളത്തെ മാറ്റി നിർത്താം. കേരളം ഉൾപ്പെടെയുള്ള മറ്റു സംസ്ഥാനങ്ങളിൽ, കർണാടക, പഞ്ചാബ്, പിന്നെ ബംഗാൾ ഉൾപ്പെടെയുള്ള, തമിഴ്നാട് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളിൽ കോൺഗ്രസ് എങ്ങനെയാണ് കേന്ദ്ര സർക്കാർ ഇടപെടുന്നത്, അവിടെ ഗവർണർമാർ ഉപയോഗിച്ച് എന്തെല്ലാം
കാര്യങ്ങൾ ചെയ്യുന്നു എന്നുള്ള കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ശക്തമായിട്ട് നിലപാടുണ്ടാവേണ്ടതുണ്ട്. ആ നിലപാടുണ്ടാകുമ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ ഇപ്പൊ നമ്മൾ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന് പറയുന്ന എത്രയോ പാർട്ടികൾ മാറി പോയിട്ട് അവസാനം അദ്ദേഹം ഇപ്പോൾ കേരളത്തിന്റെ ഗവർണറാണ്. ആ ഗവർണർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോട് എന്താണ് കോൺഗ്രസ് പ്രതികരിക്കുന്നത്? അദ്ദേഹം ചെയ്യുന്ന കാര്യങ്ങൾ ശരിയാണ്? ഇതൊക്കെയാണല്ലോ പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഈ സംസ്ഥാന സർക്കാർ ചെയ്യുന്ന കാര്യങ്ങളോടുള്ള വിയോജിപ്പൊക്കെ പ്രകടിപ്പിക്കാം. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളോടുള്ള കോൺഗ്രസിന്റെ പ്രതികരണം, അതിനെ സ്വാഭാവികമായിട്ടും BJP ന്യായീകരിക്കും. BJPയുടെ ന്യായീകരണമുള്ള സംഘപരിവാർ സംഘടനകൾ മുഴുവൻ ന്യായീകരിക്കും. അത് അവരുടെ കർത്തവ്യമാണ്. കോൺഗ്രസ് ഇതിനെ ന്യായീകരിക്കുന്നുണ്ടോ ഇല്ലയോ? ഇവിടെ ഇപ്പോൾ കേരളത്തിന്റെ കാര്യത്തിൽ ഇവിടെ കൊടുക്കേണ്ട കാര്യം, ഫണ്ടിന്റെ കാര്യത്തിൽ ഉൾപ്പെടെ നമ്മൾ ഏറ്റവും കൂടുതൽ പറയേണ്ട കാര്യം കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് കൊണ്ടുവന്നിട്ടുള്ളതാണ് പ്രധാനമന്ത്രി ആവാസ് യോജന ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ. പ്രധാനമന്ത്രി ആവാസ് യോജന പാവപ്പെട്ട കുടുംബങ്ങൾക്ക് വീടിനൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്നുള്ള കേന്ദ്ര പദ്ധതി, അതിനോടൊപ്പം സംസ്ഥാന സർക്കാരും അത് തദ്ദേശ സ്ഥാപനങ്ങളെല്ലാം കൂടി ചേർന്നുള്ള വേറെ ഫണ്ട് കൂടി ചെലവഴിച്ചിട്ടാണ് ഇവിടെ ലൈഫ് മിഷൻ എന്ന് പറയുന്ന പദ്ധതി, ലൈഫ് പദ്ധതി പറയുന്ന സംഭവം ഉണ്ടാക്കിയിട്ടുള്ളത്. ഇത് ലൈഫ് പദ്ധതി മാറ്റി നിർത്താം. ഇത് കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച, കോൺഗ്രസ് ആവിഷ്കരിച്ച പദ്ധതിയാണ്. അതിൽ കോൺഗ്രസ് ഭരിക്കുന്ന കാലത്ത് ഇവിടെ നരസിംഹറാവുവിന്റെ കാലത്താണെങ്കിലും മൻമോഹൻ സിംഗിന്റെ കാലത്താണെങ്കിലും ഒക്കെ ഞങ്ങളുടെ ഫോട്ടോ വെച്ചുകൊണ്ട്, അങ്ങനെ ലോഗോ വെച്ചുകൊണ്ട് വേണം ഈ പദ്ധതി നടപ്പാക്കാൻ എന്ന് ഒരു നിർദ്ദേശം നൽകിയിട്ടുണ്ടോ? അങ്ങനെ ചെയ്യാതിരുന്നാൽ സംസ്ഥാനങ്ങൾക്ക് ഫണ്ട് കൊടുക്കില്ല എന്ന് പറയുന്ന നിർദ്ദേശം കൊടുക്കുന്നത് ശരിയാണോ തെറ്റാണോ? ഇതാണ് കോൺഗ്രസ് പറയേണ്ടത്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇപ്പോ കേന്ദ്ര സർക്കാർ കൊടുക്കുന്ന ഫണ്ടിനപ്പുറത്ത് സംസ്ഥാന സർക്കാരും കൊടുത്ത് ലൈഫ് പദ്ധതിയാക്കുന്നതിനോട് വിയോജിപ്പൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ കൊടുത്തില്ലെങ്കിൽ വിഹിതം തരില്ല എന്ന് പറയുന്ന ഒരു നിലപാടെടുക്കുമ്പോൾ അതിനോട് കോൺഗ്രസിന്റെ നിലപാട് എന്താണ്? അതിനോട് പ്രതികരണം എന്താണ്? ഇതാണല്ലോ പറയേണ്ടത്. അത് പറയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അത് പറയുക. ബാക്കിയുള്ള കാര്യങ്ങൾ പിണറായി സർക്കാർ ചെയ്ത കാര്യങ്ങളൊക്കെ തെറ്റാണെന്നൊക്കെ പറയാം. അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് യോജിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഇവിടെ കേന്ദ്രം ഇത്തരത്തിൽ ഇങ്ങനെ മുറുക്കുകയാണ്. കണക്ക് കൊടുക്കാത്തതിന്റെ പേരിലല്ല പല കാര്യങ്ങളിലും പണം തരാത്തെന്നുള്ള കാര്യം നമുക്കറിയാം. എന്താണ് കേന്ദ്രം ചെയ്തുകൊണ്ടിരിക്കുന്നത്? കേന്ദ്രം BJP ഭരിക്കാത്ത സംസ്ഥാനങ്ങൾക്ക് ഒന്നും കൊടുക്കില്ല. അവരുടെ ഒരു നിലപാടുണ്ട്. ഇരട്ട എഞ്ചിൻ ആണ് അവരുടെ ഒരു പ്രഖ്യാപിത നിലപാട്. അതായത് കേന്ദ്രത്തിന്റെ എഞ്ചിനും സംസ്ഥാനത്തിന്റെ എഞ്ചിനും ഒരേപോലെയാവുക. ഒരേപോലെയാവുന്ന ഒരവസ്ഥയിൽ കാര്യങ്ങളൊക്കെ ശുഭകരമായിട്ട് മാറും എന്നുള്ളതാണ് BJPയുടെ നേതാക്കന്മാർ എല്ലാവരും പറയുന്നത്. അങ്ങനെ ആവണമെന്നാണോ കോൺഗ്രസിന് താല്പര്യം? അതായത് BJP കേന്ദ്രം ഭരിക്കുന്നു, സംസ്ഥാനങ്ങളും BJP ഭരിക്കട്ടെ എന്നാണോ? അതല്ലെങ്കിൽ അതിനെ എതിർക്കുക എന്ന് പറയുന്നത് ഇരട്ട എഞ്ചിൻ സിദ്ധാന്തത്തെ നിങ്ങൾ എതിർക്കുന്നുണ്ടോ? ഇരട്ട എഞ്ചിൻ സംവിധാനം അല്ലാത്തതാണ് ഇവിടുത്തെ പ്രശ്നങ്ങൾ എന്നാണോ എന്ന് പറയുമ്പോൾ അത് നിങ്ങൾ ഞങ്ങളുടെ ലോഗോ വെക്കുന്നില്ല, പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെക്കുന്നില്ല എന്നൊക്കെ പറയുന്നിടത്താണ് അതൊക്കെ ചെയ്യാത്തതാണ് കുഴപ്പം. സംസ്ഥാനങ്ങളുടെ കുഴപ്പം. കേരളത്തിന് വിടുക, ഈ പിണറായി സർക്കാരിനൊക്കെ വിടുക. ഈ സംവിധാനത്തെ, ഈ തരത്തിലുള്ള നിർദ്ദേശത്തെ എതിർക്കുന്നുണ്ടോ, അതിനോട് യോജിക്കുന്നുണ്ടോ ആണ് കോൺഗ്രസ് പറയുന്നത്. ശരി, ഞാൻ വരാം ശ്രീ സജീവൻ. എനിക്കൊരു ഇടവേളയിലേക്ക് പോകുന്നതിന് മുമ്പ് ശ്രീ എൻ ശ്രീകുമാർ, ഇങ്ങനെയൊക്കെ ശ്രീ എ സജീവൻ പറഞ്ഞതുപോലെയൊക്കെയുള്ള ഒരു അവസ്ഥയിലേക്ക് ശക്തമായ പ്രതികരണമൊക്കെ നടത്താൻ കോൺഗ്രസിന് ഇപ്പോൾ കെൽപ്പുണ്ടോ? അത് മനസ്സിലാക്കാതെ എ സജീവൻ പറയുന്നതാണോ ഇത്? ഇപ്പോൾ ഹിമാചൽ പ്രദേശിൽ കേന്ദ്രം ഈ ജനുവരി 22 അയോധ്യയിൽ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്ത ദിവസം പകുതി ദിവസത്തെ അവധിയാണ് കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് കൊടുത്തത്. ഹിമാചൽ പ്രദേശിൽ ഫുൾ ഡേ ലീവ് കൊടുത്തത് നമ്മൾ കണ്ടതാണ്. ഈ കോൺഗ്രസ് പാർട്ടിയുടെ നിലപാട് എന്തായിരുന്നു? എന്നിട്ട് എന്താണ് ഹിമാചലിൽ സംഭവിച്ചത്? കേരളത്തിലും ഇതുപോലെയൊക്കെ തന്നെയാണ് പല കാര്യങ്ങളും സംഭവിക്കുന്നത്. അങ്ങനെ ഓരോ സ്ഥലത്തും കോൺഗ്രസ് ഇപ്പോൾ പഴയതുപോലെ അല്ല, ഇങ്ങനെ ഒപ്പിച്ച് കൊണ്ടുപോകുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. അതുകൊണ്ടാണോ താങ്കൾ പറഞ്ഞത് റിസൾട്ട് വരട്ടെ, റിസൾട്ട് വന്നതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ പറയാൻ പറ്റുമോ നോക്കാം എന്ന് താങ്കൾ നേരത്തെ പറഞ്ഞത് അതാണോ? ഡോക്ടർ ലാല, ഞാനിങ്ങനെ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ തന്നെ വിശദീകരണം നൽകേണ്ട ഒരു ഗതികേട് വരുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ. ഞാൻ പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ
ഭരിക്കാൻ കഴിവില്ല എങ്കിൽ പ്രതിപക്ഷത്തിന് അധികാരം കിട്ടുമ്പോൾ കാണിച്ചു തരുന്നതാണ് ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഈ ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗത്തെക്കുറിച്ച് രൂക്ഷമായി വിമർശിച്ചത് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനാണ്. മുഖ്യമന്ത്രി മന്ത്രിമാരും പറഞ്ഞ അത്ര മതി, കുഴപ്പമില്ല, ആദ്യം അവസാനം വായിച്ചാൽ മതി, ഭരണഘടനാപരമായ കടമ നിർവഹിച്ചു എന്നൊക്കെയാ പറഞ്ഞത്. ഇതൊക്കെ നമ്മൾ സജീവനൊക്കെ മനസ്സിലാക്കാത്ത ഒരാളല്ല ഞാൻ കരുതുന്നു. പിന്നെ മറ്റൊരു കാര്യം എന്താണ്, ഗവർണർക്കെതിരായ നടപടിയല്ല നമ്മൾ ചർച്ച ചെയ്യുന്നത്. കേന്ദ്രം കേരളത്തെ ഞെരുക്കുന്നു എന്ന് പറയുമ്പോൾ അത് കേന്ദ്രത്തിനെതിരെ സമരം ചെയ്യാൻ പോകുന്നതിന് മുമ്പ് ഭരിക്കാനുള്ള തന്റെ ഇടമില്ലെങ്കിൽ പ്രതിപക്ഷത്തെ വിളിച്ച് സംസാരിക്കണം. മുഖ്യമന്ത്രി വിളിച്ച് സംസാരിച്ചു. അപ്പോൾ പ്രതിപക്ഷം ചില കാര്യങ്ങൾ അദ്ദേഹത്തോട് പറഞ്ഞു. അതിനുശേഷം സർവകക്ഷി യോഗം വിളിക്കണമായിരുന്നു. അതൊന്നും ചെയ്തില്ല. ധവളപത്രം ഇറക്കണമായിരുന്നു. എന്താണ് സാമ്പത്തിക സ്ഥിതി സജീവ കേരളത്തിന്റെ അതറിയാതെ എങ്ങനെ കേന്ദ്രത്തിൽ പോയി സമരം ചെയ്യും? UDF ചോദിക്കുന്നതാണ്. ഇവിടുത്തെ യഥാർത്ഥ വസ്തുത പറയൂ. 5 മാസത്തെ പെൻഷൻ കൊടുക്കാനുണ്ട്, എന്നിട്ട് എഴുതി വെച്ചിരിക്കുക നയപ്രഖ്യാപനത്തിലെ പെൻഷൻ കൊടുത്തു എന്ന്. 5 മാസത്തെ പെൻഷൻ കൊടുക്കാനുള്ളത്. ഇത് കാര്യം ധവളപത്രമൊക്കെ ഇറക്കിയിട്ടാണോ ബാക്കിയുള്ള സ്ഥലത്തൊക്കെ ഈ സമരം നടത്തുന്നത്? ഇപ്പൊ രാഹുൽ ഗാന്ധി ജോഡോ യാത്രയൊക്കെ നടത്തുന്നത് മൊത്തം കേന്ദ്രം ഇതുപോലെ പത്രമൊക്കെ ഇറക്കിയത് വായിച്ചിട്ടാണോ? ഡോക്ടർ ലാലെ, നമ്മൾ കേരളത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെ കുറിച്ച് പറയുമ്പോൾ രാഹുൽ ഗാന്ധിയെ കുറിച്ചോ ഹിമാചൽ പ്രദേശിനെ കുറിച്ചോ അല്ല പറയേണ്ടത്. കേരളത്തിന്റെ ധനസ്ഥിതി മോശമാണ്, അത് ഇവിടുത്തെ ധൂർത്താണ്, കെടുകാര്യസ്ഥതയാണ് എന്നൊക്കെ പ്രതിപക്ഷം പറയുമ്പോൾ അല്ല എന്ന് തെളിയിക്കാൻ അവർക്ക് കഴിയുന്നില്ല. പിന്നെ ഗവൺമെന്റിനെ താങ്ങി നിർത്താനുള്ള സപ്പോർട്ട് കൊടുക്കാനുള്ള അല്ല ഇത്രയൊക്കെ വാദിക്കുമ്പോഴും കേന്ദ്രത്തിനെതിരായി എന്താണ് കോൺഗ്രസിന്റെ റോൾ? കോൺഗ്രസിന്റെ നിലപാട് പറയണ്ടേ? അതൊന്ന് പറയാൻ എല്ലാവരും ഒന്ന് ആഗ്രഹിക്കുകയാണ്. കോൺഗ്രസ് കേന്ദ്രത്തിനെതിരെ, BJPക്കെതിരെ ഒന്ന് പറഞ്ഞു കേൾക്കട്ടെ എന്ന്. നരേന്ദ്രമോദിക്കെതിരെ രാഹുൽ ഗാന്ധി എന്തെങ്കിലുമൊക്കെ പറഞ്ഞത് കേട്ടിട്ട് കുറേ ദിവസമായി, ഒന്നും കേൾക്കുന്നില്ല. പോട്ടെ, രാഹുൽ ഗാന്ധിയുടെ കാര്യം നമുക്ക് കളയാം. അത് എന്തെങ്കിലുമൊക്കെ എവിടെയെങ്കിലുമൊക്കെ പറയുന്നത് നമുക്ക് വ്യാഖ്യാനിച്ചെങ്കിലും എടുക്കാം. ഇവിടെ കേരളത്തിൽ BJPയെ പുകഴ്ത്തുന്ന KPCC അധ്യക്ഷനെ നമ്മൾ കണ്ടു. BJPക്കാരിൽ നല്ലവരുണ്ട് എന്ന് പറയുന്ന KPCC അധ്യക്ഷനെ നമ്മൾ കണ്ടു. അദ്ദേഹം 2 ആഴ്ചയായിട്ട് ഇവിടെ ഇല്ലാത്തത് കൊണ്ട് നമുക്ക് കുറച്ച് ഡയലോഗുകൾ കുറഞ്ഞു കിട്ടിയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ വീണ്ടും ഇനി അത് വരുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ VD സതീശനും BJPക്കെതിരെ സമരം നടത്തുന്നതിനെ കുറിച്ച് എടുക്കുന്ന നിലപാട് അത് തന്നെയാണ്. ഡോക്ടർ ലാലെ, നമ്മൾ വെറുതെ അതും ഇതും പറയരുത്. നമ്മളൊരു കാര്യം കൃത്യമായി ചർച്ച ചെയ്യുകയാണ്. കേരള ഗവൺമെന്റിന് കേന്ദ്രത്തിൽ നിന്നും കിട്ടാനുള്ള വിഹിതം ലഭ്യമാക്കാനുള്ള ഒരു ആർജവും ഇല്ലാത്ത ഗവൺമെന്റ് ഇവിടെ ഭരിക്കുമ്പോൾ പ്രതിപക്ഷം അവർക്ക് സപ്പോർട്ട് ചെയ്ത് ജയിലിലേക്കല്ല പണി. നിങ്ങൾ ഇങ്ങനെ പ്രതിപക്ഷം ഫയൽ വരട്ടെ, അതിനകത്ത് കണക്ക് നോക്കട്ടെ, അതിനകത്ത് കേരളത്തിന് ഇതൊക്കെ കിട്ടാനുണ്ടോ, കേന്ദ്രം പറയുന്നത് ശരിയാണോ എന്നൊക്കെ ഇങ്ങനെ അന്വേഷിക്കുന്നത് ഉദ്യോഗസ്ഥരാണോ? പ്രതിപക്ഷത്തിന് രാഷ്ട്രീയം മറന്നുപോയോ? എന്താ കോൺഗ്രസിന് രാഷ്ട്രീയം അറിയില്ലേ? അവർ ഉദ്യോഗസ്ഥരെ പോലെ പെരുമാറുന്നത് എന്തുകൊണ്ടാണ്? ശ്രീ KN ഗോപിനാഥ്, കോൺഗ്രസിന്, പ്രതിപക്ഷത്തിന് രാഷ്ട്രീയം മറന്നു എന്നൊരു തോന്നലുണ്ടോ? ഇതാരെയാണ് ആത്യന്തികമായി സഹായിക്കുന്നത് എന്നുകൂടി താങ്കൾക്ക് വിശദീകരിക്കാം. BJPക്ക്, RSSന് ഒക്കെ ഗുണം കിട്ടുന്ന ഒരു നിലപാടാണ് എന്ന് പറയുമോ താങ്കൾ? കോൺഗ്രസ് അതാണല്ലോ ആഗ്രഹിക്കുന്നത് ഡോക്ടർ ലാലെ. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റുകാർക്ക്, ഇടതുപക്ഷത്തിന് എന്തെങ്കിലും വിധത്തിൽ ജനങ്ങളുടെ ഇടയിൽ സ്വാധീനം ഉണ്ടെങ്കിൽ ആ സ്വാധീനം ഇല്ലാതാക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത്. അത് കോൺഗ്രസ് അതിൻ്റെ ആരംഭം മുതൽ തന്നെ, ഈ ഗവൺമെൻറ്റിൻ്റെ ഭരണകാലത്ത് ആരംഭം മുതൽ തന്നെ അവരത് പ്രകടമാക്കുന്നുണ്ട്. അതിൽ നമുക്ക് യാതൊരു സംശയവുമില്ല. ഇപ്പോൾ ഈ കേന്ദ്രത്തിൻ്റെ അവഗണനയ്ക്കെതിരായിട്ടുള്ളൊരു സമരത്തിൽ അവരെ അവഗണന, ധവളപത്രം ഇറക്കട്ടെ. ധവളപത്രമൊക്കെ ഇറക്കുന്നതിലൊന്നും ആർക്കും തർക്കമൊന്നുമില്ല, അതൊക്കെ ഇറക്കാം. ധവളപത്രം ജനങ്ങളുടെ ഇടയിൽ തന്നെ ഞങ്ങൾ ഇറക്കിയിട്ടുണ്ടല്ലോ. ഞങ്ങൾ കൃത്യമായി കണക്കുകളല്ലേ പറഞ്ഞിരിക്കുന്നത്. നേരത്തെ സജീവൻ ഇവിടെ വിശദീകരിച്ചു ഒരു ആവാസ് പദ്ധതിയെ സംബന്ധിച്ച്. ആവാസ് പദ്ധതി 75,000 രൂപ പഞ്ചായത്തുകളിൽ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വകയായിട്ടുള്ള കൊടുക്കേണ്ട കാര്യമാണ്. 1.25 ലക്ഷം രൂപ നഗരസഭകളിൽ ആവാസ് പദ്ധതിക്ക് കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കണം. കേരളത്തിലെ ഗവൺമെൻറ് കൊടുക്കണം. ഇന്ത്യയിലെ 25 സംസ്ഥാനങ്ങളും കൊടുക്കാത്ത കാര്യമാണ്. 4 ലക്ഷം രൂപയാക്കിയിട്ട് കൊടുക്കുക. അത് കഴിഞ്ഞ 9 മാസമായിട്ട് ഇല്ലാതെ വന്നിട്ട് ഇപ്പോൾ മുഖ്യമന്ത്രി തൻ്റെ എഴുത്തോട് പറഞ്ഞിരിക്കുകയാണ്, പൈസ ഞങ്ങൾ കണ്ടെത്തിയിട്ടാണെങ്കിലും ലൈഫ് മിഷൻ മുടങ്ങില്ല എന്ന് പറഞ്ഞിരിക്കുക. അതേപോലെ NHM, നാഷണൽ ഹെൽത്ത് മിഷൻ, ഏറ്റവും നന്നായി നടപ്പാക്കുന്ന സ്റ്റേറ്റ് കേരളമാണ്. ആ കേരളത്തിന് 886 കോടി രൂപയാണ് ഇപ്രാവശ്യം മുടക്കിയേക്കുന്നത്. ഗ്രാൻഡ് എയ്ഡായിട്ട് കിട്ടുന്ന 321 കോടി രൂപ ഗഡുക്കളായിട്ട് കൊടുക്കുള്ളൂ എന്ന് പറഞ്ഞു. ഗഡുക്കളായിട്ടെങ്കിലും ഒറ്റ ഗഡു കൊടുത്തിട്ടില്ല 4 മാസമായിട്ട്. എങ്ങനെയാണ് ജീവനക്കാർക്ക് ശമ്പളം കൊടുക്കുക? ആ പദ്ധതി എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകും?
ഇങ്ങനെ ഓരോന്ന് ഞാനെടുത്ത് വിശദീകരിക്കണോ? നമ്മളിപ്പോൾ തൊഴിലുറപ്പ് പദ്ധതി 333 രൂപ കൂലി കൊടുക്കുന്നത് കേരളത്തിൽ മാത്രമാണ്. ഇന്ത്യയിൽ കോൺഗ്രസ് ഭരിക്കുന്ന സംസ്ഥാനത്ത് പോലും കൊടുക്കുന്നില്ല തൊഴിലുറപ്പുകാർക്ക്. 333 രൂപ 500 ആക്കണമെന്ന് ഞങ്ങൾ ട്രേഡ് യൂണിയൻ ഡിമാൻഡ് ചെയ്തിട്ടുണ്ട്. 200 ദിവസമെങ്കിലും അവർക്ക് ഉറപ്പുവരുത്തണമെന്നാണ്. കേന്ദ്രം ആലോചിക്കുന്നത് എന്താ? കേരളം നമ്പർ 1 ആണ്. നമ്പർ 1 ആയിട്ടുള്ള സ്റ്റേറ്റുകൾക്ക് ഇനി തൊഴിലുറപ്പ് വേണ്ടെന്നാണ്. അതാരാ തീരുമാനിച്ചിട്ടുള്ളത്? പഴയ ആസൂത്രണ കമ്മീഷനിലാണ്. നിങ്ങൾ പഴയ ഗവൺമെൻറ്റും പുതിയ ഗവൺമെൻറ്റേ കാലം പറഞ്ഞല്ലോ. ഇന്നത്തെ കാലഘട്ടത്തിൽ സ്വതന്ത്ര ഭാരതത്തിൽ ഇന്നേ വരെ ഇല്ലാത്ത വിധത്തിൽ BJP ഗവൺമെൻറ് അധികാരത്തിൽ വന്നതിന് ശേഷമാണ് ആസൂത്രണ കമ്മീഷൻ വേണ്ടാന്ന് തീരുമാനിച്ചത്. നീതി ആയോഗ് തീരുമാനിച്ച് പ്രധാനമന്ത്രിയുടെ മൂക്കിന് താഴെ പ്രധാനമന്ത്രി നേരിട്ട് ഇടപെടാണ്. വൈര്യനിര്യാതന ബുദ്ധിയോടുകൂടി നല്ല സ്റ്റേറ്റ് ആണെങ്കിൽ നല്ലതൊരു പിഴയായിട്ട് കണക്കാക്കിയിട്ട് എല്ലാ കാര്യത്തിലും നന്മ ചെയ്യുന്നു. ആരോഗ്യം, വിദ്യാഭ്യാസം, നല്ല തൊഴിലിടം, അതേപോലെയുള്ള കാര്യങ്ങൾ, നികുതി വളർച്ച, കേന്ദ്ര ശരാശരിയേക്കാൾ 8% വളർച്ച കൂടുന്നു. ഇതൊക്കെ നീതി ആയോഗിൻ്റെ തന്നെ അടയാളപ്പെടുത്തല. അതുകൊണ്ട് പിള്ളേർക്ക് ഇത്രയും മതി എന്നുള്ള സമീപനം സ്വീകരിക്കുക. അതല്ലേ പറഞ്ഞത്? ഇവിടെ പട്ടിണിയും ദാരിദ്ര്യവും ഉണ്ടെന്നല്ല ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി പറഞ്ഞാൽ. ഇന്ത്യയിൽ ദാരിദ്ര്യം ഏറ്റവും കുറവുള്ള സ്റ്റേറ്റ് കേരളമാണ്. പക്ഷേ എന്നാൽ സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്. അതെങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത്? ഇപ്പം നമുക്ക് നാളത്തേക്ക് 1 ലക്ഷം രൂപ വേണമെന്ന് വയ്ക്കുക. നമ്മുടെ കയ്യിൽ 50,000 രൂപയേ ഉള്ളൂ. ബാക്കി 50,000 രൂപ എവിടെ നിന്നുണ്ടാക്കും? ആ 50,000 രൂപ ഒന്നുമില്ല നോട്ടടിക്കാനുള്ള അവകാശം നമുക്കുണ്ടാവണം. അത് നമുക്കില്ല, തരില്ല, നമുക്ക് വേണ്ട. അല്ലെങ്കിൽ നമുക്ക് കടമെടുക്കാനുള്ള അവകാശം വേണം. അല്ലെങ്കിൽ നികുതി ഇവിടുന്ന് പിരിച്ചു കൊണ്ടുപോകുന്നതിന് കിട്ടണം. നമുക്ക് നികുതി പിരിച്ചു കൊണ്ടുപോകുന്നത് കണക്കുകൾ ഉണ്ടെന്നാണ്, കണക്കുകൾ പറഞ്ഞിട്ടുണ്ട്. നവകേരള ധവളപത്ര എന്ത് ധവളപത്രം? ശബ്ദം കേൾക്കുന്നില്ല ശ്രീ എൻ ശ്രീകുമാർ, സൗണ്ട് കേൾക്കുന്നില്ല. ഇപ്പൊ കേൾക്കുന്നുണ്ടോ? പറഞ്ഞോളൂ. അതായത് ശ്രീ ഗോവിന്ദൻ പറഞ്ഞ കണക്കുകളെ കുറിച്ചൊക്കെയാണല്ലോ പറഞ്ഞത്. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. അതായത് കേരളത്തിലെ കോളേജ് അധ്യാപകർക്ക് UGC നിരക്കില് അവർക്ക് കൊടുക്കാനുള്ള കുടിശ്ശിക കൊടുക്കാതെ കേന്ദ്രം പണം തരുന്നില്ലെന്ന് പറയുന്നൊരു ആക്ഷേപമുണ്ട് ഇവിടെ. ആദ്യം അധ്യാപകർക്ക് ആ UGCയുടെ നിരക്ക് കൊടുക്കണം, എന്നിട്ടേ കേന്ദ്രം തരുള്ളൂ. ഇത് കേന്ദ്രം അത് തരുന്നില്ലെന്നൊരു വ്യാജമായിട്ട് പറയാം, അധ്യാപകരെ പോലും പറ്റിക്കുക. ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അതുകൊണ്ടാണ് പറഞ്ഞത് ധവളപത്രം ഇറക്കണമെന്ന്. ധവളപത്രം അയച്ച യഥാർത്ഥ ധനസ്ഥിതി അറിയാനാണ്. അത് എവിടെ ഇറക്കിയെന്നാ പറഞ്ഞത്? മിസ്റ്റർ ഗോപിനാഥൻ എവിടെ ഇറക്കിയെന്നാ പറയുന്നത്? പ്രതിപക്ഷം ഇപ്പോഴും ചോദിക്കുന്ന അതാണ്. ഇതിലെ സാങ്കേതികമായ ചില പ്രശ്നങ്ങളുണ്ടെന്നാണ് ശ്രീ KN ഗോപിനാഥ്. അതിനൊരു മറുപടി ശ്രീ പറഞ്ഞേട്ടാ. ഞാൻ അതല്ല ഞാൻ പറഞ്ഞത് ധവളപത്രം ചേട്ടൻ പറയുന്ന പോലെ നമുക്ക് വൈറ്റ് പേപ്പറോ ഇനി ബ്ലാക്ക് പേപ്പറോ എന്ത് വേണമെങ്കിലും നമുക്ക് ഇറക്കാം. അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. അതിനൊന്നും കണക്കുകളൊക്കെ കൃത്യമായിട്ടുള്ളതല്ലേ, അത് എഴുതാം. ധനകാര്യമന്ത്രി കൃത്യമായിട്ട് കേന്ദ്രത്തിൽ റെപ്രസെൻ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ ലോകസഭയിലും രാജ്യസഭയിലും ഉള്ളവർ അത് ഫൈറ്റ് ചെയ്ത് അവിടെ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ റെക്കോർഡല്ലേ? അതിനെ സംബന്ധിച്ച് നിർമ്മല സീതാരാമൻ ധനകാര്യമന്ത്രി മറുപടി പറഞ്ഞിട്ടുണ്ട്. അവർ പറഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരോഗ്യ ചികിത്സാ കേന്ദ്രങ്ങൾ ആദ്യം പറഞ്ഞു ചികിത്സാ കേന്ദ്രത്തിനെല്ലാം ഒരു കോഡ് വേണം. 16,000 ചികിത്സാ കേന്ദ്രങ്ങൾക്ക് നമ്മുടെ PSC അടക്കമുള്ളതിന് എല്ലാത്തിനും കോഡ് കൊണ്ടുവന്നു. അപ്പോൾ പറയുകയാണ് കോഡ് പോരാ, അത് ആരോഗ്യ മിഷൻ ആരോഗ്യ കേന്ദ്രം എന്നുള്ള നിലയിൽ കൂട്ടത്തിൽ നരേന്ദ്രമോദിയുടെ പടവും കൂടി വയ്ക്കണം. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാണ് ചെയ്യുക? അതിന് നമുക്ക് പണം തരില്ല എന്ന് പറഞ്ഞാൽ എന്താ ചെയ്യുക? അതൊക്കെ എന്ത് കണക്കിനി പ്രത്യേകമായിട്ട് പറയണമെന്നാണ് പറയുന്നത്? നരേന്ദ്രമോദിക്ക് മനസ്സിലാവണം, കോൺഗ്രസിന്റെ മുമ്പിൽ ഫയലെത്തണമെന്നാണ്. സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ അവസാനമായി ശ്രീ A. സജീവൻ, ഇക്കാര്യത്തിലൊക്കെ രാഷ്ട്രീയം മറന്നോ പ്രതിപക്ഷം എന്ന് ചോദിക്കേണ്ട ഒരു ഗതികേടിലാണിപ്പോ. പറയൂ ശ്രീ KN ഗോപിനാഥ്, അവസാനത്തെ ഒരു വാക്ക് പറയും. ഒറ്റ മിനിറ്റ്. തീർച്ചയായിട്ടും പ്രതിപക്ഷം ചെയ്യേണ്ടത് സജീവൻ ഒറ്റ മിനിറ്റ് ഞാൻ വരാം. KN ഗോപിനാഥ് ഒരു 30 സെക്കൻഡ്. ഒന്നുമില്ല, ഭരണപക്ഷത്തിന് അല്ല, ഒറ്റ കാര്യമുള്ളൂ. ഭരണപക്ഷത്തിന് കാര്യങ്ങൾ മനസ്സിലാവാൻ ചേട്ടല്ല, അവരങ്ങനെ ചെയ്യുള്ളൂ. BJP ഇന്ത്യയിൽ എല്ലാ സ്ഥലത്തും ചെയ്തുകൊണ്ടിരിക്കണം, അങ്ങനെയാണ്. മനസ്സിലായില്ലേ? അവിടെ കോൺഗ്രസ് നിലപാടെടുക്കേണ്ടത് നിങ്ങൾക്ക് ഭരിക്കാനറിയില്ലെങ്കിൽ ഞങ്ങൾക്ക് ഭരണം തരാമെന്നാണ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് ഭരിച്ചാണല്ലോ, ഇന്ത്യയിൽ ഭരിച്ചിപ്പോൾ കോൺഗ്രസ് കുളിപ്പിച്ച് കുട്ടിയില്ലാതായി എന്ന് പറഞ്ഞ പോലെയാണ് കോൺഗ്രസിൻ്റെ അവസ്ഥ. ഞാനത് വിശദീകരിക്കേണ്ട കാര്യമല്ലോ. 6 മാസം പോലും ആയിട്ടില്ല 2 സ്ഥലത്ത് കയ്യിലുണ്ടായിരുന്ന ഭരണം കോൺഗ്രസിൻ്റെ പോയിട്ട്. അതിലേക്ക് പോകേണ്ട കാര്യമില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രതിപക്ഷമെങ്കിലും മനസ്സിലാക്കണം. ഇനി അവരും മനസ്സിലാക്കിയില്ലെങ്കിൽ കേരളത്തിൽ നിന്നുള്ള MP-മാർ മനസ്സിലാക്കണ്ടേ? കോൺഗ്രസിന്റെ പേരിലല്ലേ MP-മാർ പോകുന്നത്?
അതുകൊണ്ട് അവരെങ്കിലും മനസ്സിലാക്കണ്ടേ? ശ്രീ ഇനി അത് ഗോപിനാഥൻ, ബംഗാളും മനസ്സിലാക്കിയില്ലെങ്കിൽ ത്രിപുരയും കൂടെ ഒന്ന് പറയണമായിരുന്നു കേട്ടോ. എന്നാണ് ഞാൻ പറഞ്ഞത്. ഒരാളോട് അങ്ങനെ ശ്വാസം മുട്ടിക്കാൻ ബംഗാളും ശ്രമിക്കുന്ന ത്രിപുരയും കൂടെ ഒന്ന് ആളുടെ പറയണമായിരുന്നു. മുമ്പില് നിങ്ങൾ എന്തുകൊണ്ട് ആ ശ്വാസം മുട്ടാൻ തയ്യാറാകുമെന്ന് ഞങ്ങൾക്ക് വന്നിട്ടുണ്ട്. ചോദിക്കുന്ന ഞാൻ പറയാം. ചോദ്യം തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരക്കേട് എന്ന് പറയുന്നത്. പറയാം. സ്വാഭാവികമായിട്ടും ഇവിടെ പ്രതിപക്ഷം പറയുന്നത് നിങ്ങൾ എന്തുകൊണ്ട് നിങ്ങൾക്ക് പ്രതിപക്ഷത്തിന് മാൻഡേറ്റ് കിട്ടിയതാണല്ലേ, ഭരണപക്ഷത്തിലൂടെ LDF-ന് മാൻഡേറ്റ് കിട്ടിയതാണല്ലോ ഭരിക്കാൻ. ആ ഭരിക്കാൻ അനുവദിക്കാതെ ഇത് ഒന്നും തരില്ല. ഇപ്പൊ ഗോപിനാഥ് ഇവിടെ പറഞ്ഞ പോലെ പല കാര്യങ്ങളും തടഞ്ഞു വെക്കുകയാണ്. തടഞ്ഞു വെക്കുന്ന ന്യായീകരണം എന്താണ്? പ്രധാനമന്ത്രിയുടെ ഫോട്ടോ വെച്ചില്ല, പ്രധാനമന്ത്രിയുടെ പേര് വെച്ചില്ല, ഈ ലോഗോ വെച്ചില്ല, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ബുദ്ധിമുട്ടിക്കുമ്പോ അതിനൊക്കെ എങ്ങനെ തരണം ചെയ്യാൻ പറ്റും? അത് ജനാധിപത്യ വിരുദ്ധമാണ് എന്ന് പറയുന്നിടത്ത് അതിനോടൊപ്പം നിൽക്കാൻ പ്രതിപക്ഷത്തിന് പറ്റുമോ ഇല്ലയോ എന്നാണ് പ്രതിപക്ഷം പറയേണ്ടത്. അത് പറയാതിരിക്കുന്നിടത്ത് നമ്മൾ പ്രതിപക്ഷവും ഇവിടെ കോൺഗ്രസ് ഉൾപ്പെടെയുള്ള പ്രതിപക്ഷ പാർട്ടികളും ഈ പറയുന്ന ജനാധിപത്യ ധ്വംസനത്തിന് കൂട്ടുനിൽക്കുന്നോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാണ് എന്റെ അത് തന്നെയാണ്. ഏത് പക്ഷത്താണ്? ഒരു തെരഞ്ഞെടുപ്പ് കൂടി വരാൻ പോവുകയാണ് നമ്മുടെ രാജ്യത്ത്. 2024 വലിയ തെരഞ്ഞെടുപ്പ് വരാൻ പോകുമ്പോൾ ആ തെരഞ്ഞെടുപ്പിൽ ജനങ്ങളെ പരിശോധിക്കുകയും ചെയ്യുന്നത് അതുതന്നെയായിരിക്കും. എന്താണ് ഈ വലിയ രാഷ്ട്രീയ പ്രതിസന്ധിയിൽ ഏത് ഭാഗത്താണ് കോൺഗ്രസ്? ബി ജെ പിക്കെതിരായ ഒരു മുദ്രാവാക്യം പോലും പറയാത്ത കോൺഗ്രസ് പാർട്ടിയെ എങ്ങനെയാണ് കാണേണ്ടത്? ഇവിടെ സർക്കാർ ഒരു സമരവുമായി ഡൽഹിയിൽ പോയിരിക്കുമ്പോൾ എന്താണ് ആ സമരത്തിൻ്റെ അർത്ഥം? ഇതൊക്കെ ജനങ്ങൾ മനസ്സിലാക്കും. അവർ അതിന് ഒരു അർത്ഥം കൊടുക്കും, അതിനൊരു റിസൾട്ടും ഉണ്ടാകും. അത് തന്നെയാണ് കാത്തിരിക്കുന്നത് എല്ലാവരും. എന്താണ് ആ റിസൾട്ട് എന്നറിയാൻ. വളരെ നന്ദി ചർച്ചയിൽ ചേർന്നതിന് ശ്രീ KN ഗോപിനാഥ്, ശ്രീ N ശ്രീകുമാർ, ശ്രീ A സജീവൻ. ന്യൂസ് ആൻഡ് വ്യൂസ് അവസാനിക്കുന്നു.